യെശയ്യാവിൻ്റെ പുസ്തകം 51-ാമത്തെ അധ്യായം അതിൻ്റെ 8-9 ഒന്ന് വായിക്കാം. പുഴു അവരെ വസ്ത്രത്തെ പോലെ അരിച്ചു കളയും, കൃമി അവരെ കമ്പിളിയെ പോലെ തിന്നുകളയും. എന്നാൽ എന്റെ നീതി ശാശ്വതമായും എന്റെ രക്ഷ തലമുറ തലമുറയായും ഇരിക്കും. യഹോവയുടെ ഭുജമേ ഉണരുക, ഉണരുക, ശക്തി ധരിച്ചു കൊള്ളുക. പൂർവകാലത്തും പണ്ടത്തെ തലമുറകളിലും എന്ന പോലെ ഉണരുക. രഹബനെ വെട്ടി മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞത് നീ അല്ലയോ? സമുദ്രത്തെ വലിയ ആഴിയിലെ വെള്ളങ്ങളെ തന്നെ വറ്റിച്ചു കളയുകയും വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടതിന് സമുദ്രത്തിന്റെ ആഴത്തെ വഴിയാക്കുകയും ചെയ്തത് നീ അല്ലയോ? സ്തോത്രം. അപ്പോൾ നമ്മൾ വായിച്ച ഈ ദൈവത്തിൻ്റെ വചനം, അല്ലെങ്കിൽ 51-ാമത്തെ യെശയ്യാവിൻ്റെ പുസ്തകം 51-ാമത്തെ അധ്യായവും 52-ാമത്തെ അധ്യായവും 53-ാമത്തെ അധ്യായവും അതുപോലെ തന്നെ സങ്കീർത്തന പുസ്തകം 22-ാമത്തെ അധ്യായം, ഇതൊക്കെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശു മരണവുമായി ബന്ധപ്പെട്ട കർത്താവിനെ കുറിച്ചുള്ള ദൈവിക പ്രവചനങ്ങളാണ്. ഈ ലോകത്ത് നമ്മൾ ഈ ആരാധിക്കുന്ന ഈ ദൈവം മാത്രമാണ് ജനിക്കുന്നതിന് മുമ്പേ പ്രവചനം ഉള്ള ഒരു വ്യക്തി. പ്രൈസ് ദി ലോർഡ്. 750 വർഷങ്ങൾക്ക് ശേഷം നടക്കേണ്ടതായ കാര്യങ്ങൾ യെശയ്യാവ് പറയുന്നു, ദാവീദ് പറയുന്നു. ഇങ്ങനെ ഒരു വ്യക്തി വരും, ഒരു അവതാരം ഉണ്ടാകും, വന്നതിന് ശേഷം മരിക്കും, ആ വ്യക്തി ഉയർത്തെഴുന്നേക്കും. അങ്ങനെയുള്ള സകല താൻ അനുഭവിക്കേണ്ട കഷ്ട അനുഭവങ്ങൾ എല്ലാം വ്യക്തമായിട്ട് പ്രവചിക്കുന്ന, ആ പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൂതുള്ള, ആ ദൂത് പോലെ തന്നെ സംഭവിച്ച ഒരു വ്യക്തിയെയാണ് നമ്മൾ ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മളെന്താ ജനിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ലോകത്ത് ആര് ജനിക്കുന്നതിന് അങ്ങനെ ഒരു പ്രവചനം ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മൾ ആരാധിക്കുന്ന ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് മാത്രമാണ് താൻ ജനിക്കുന്നതിന് മുമ്പേ ഉള്ള പ്രവചനം, തൻ്റെ മരണത്തെക്കുറിച്ചുള്ള പ്രവചനം, തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള പ്രവചനം, തൻ്റെ മടങ്ങി വരവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ. ഇന്ന് വരെ താൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ നടന്നു എങ്കിൽ ഇനി നടക്കാനുള്ള ഒരു കാര്യമാണ് മടങ്ങി വരവെന്ന് പറയുന്നത്. ഹല്ലേലൂയ. കഴിഞ്ഞതെല്ലാം നടന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മളാരും ഇവിടെ ഇരിക്കുന്ന ഫോഷ്ക്ക് ഉള്ളവരല്ല, ഫോഷ്ക്ക് വിശ്വസിക്കുന്നവരല്ല ഇവിടെ ഇരിക്കുന്നത്. ഈ പ്രവചന ദൂതുകൾ നിശ്ചയമായിട്ട് നടക്കും. കർത്താവ് മടങ്ങി വരും. ഹല്ലേലൂയ. ആ മടങ്ങി വരവിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് പകൽക്കാലം നിങ്ങൾ ഈ ആരാധനയ്ക്ക് വരുമ്പോൾ ഒരു തലവേദന മാറാനോ, ഒരു രോഗം മാറാനോ, ഏതെങ്കിലും ഭൗതികമായ കാര്യങ്ങൾക്കൊരു വിടുതലിന് വേണ്ടിയാണോ വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ആവേശം ഉണ്ടാകുകയില്ല. എന്നാൽ യേശുവിൻ്റെ മടങ്ങി വരവിന് വേണ്ടി ഒരു വലിയ ആകാംക്ഷയുള്ള, അതിനുവേണ്ടി കാത്തിരിക്കുന്ന ആ ഒരു ആരാധന, അങ്ങനെ ഒരു അർത്ഥമുള്ള ഒരു ക്രിസ്തീയ ജീവിതം, അങ്ങനെയുള്ളവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവരുടെ ലൈഫിൽ അവർ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് മറുപടി കിട്ടിയാലും ഇല്ലെങ്കിലും അവരാരാധിച്ചു കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മാത്രം നിൽക്കാൻ പറ്റും. ഞാൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഇപ്പോൾ ഈ നാടുകളിൽ എൻ്റെ പ്രസൻറ്റ് കണ്ടീഷനിലുള്ള പ്രശ്നങ്ങൾ മാറാനല്ല, എനിക്ക് എൻ്റെ ദൈവം തന്ന രക്ഷയിൽ ഞാൻ സന്തോഷിക്കുക. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെ ലൈഫിലെ ഏറ്റവും വലിയ കാര്യം, നമുക്ക് യേശുവിനെ അറിയാൻ സാധിച്ചു എന്നുള്ളതാണ്. ദാവീദ് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ദാവീദിൻ്റെ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ രക്ഷകനെ എനിക്ക് കിട്ടിയതിനായി ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവ് നമുക്ക് തന്ന രക്ഷയിൽ ദിനം പ്രതി നമ്മൾ സന്തോഷിക്കുന്നവരായിരിക്കണം. കാരണം നമ്മളെല്ലാവരും പാപത്തിലും ശാപത്തിലും ചേറ്റിലും കുഴിയിലും കിടന്നവരാണ്. നമ്മൾ ഈ കർത്താവിനെ അറിയാതിരുന്നെങ്കിൽ നമുക്ക് ഒരു സ്വസ്ഥതയും സമാധാനവും ഒരിക്കലും കിട്ടത്തില്ലായിരുന്നു. ഹല്ലേലൂയ. നമ്മളെന്നേ മരിച്ച് മണ്ണടിയേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ ഈ ദൈവമാണ് നമ്മളെ ഇപ്പോൾ നിലനിർത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ നല്ല ദൈവത്തിനെ കരങ്ങളെ അടിച്ച് ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, നമുക്ക് വേണ്ടി അടക്കപ്പെട്ടു, നമുക്ക് വേണ്ടി എല്ലാം. അതാണ് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 31 മുതൽ വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, തൻ്റെ ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തുവിനെ നമുക്ക് തന്നവൻ അതോടുകൂടി സകലതും തരാതിരിക്കുമോ? ഹല്ലേലൂയ. സകലതും, എന്തെങ്കിലും തരുമെന്നല്ല, എല്ലാം, സകലതും. എഫെസ്യർക്കെഴുതിയ ലേഖനം 1:3 പറയുകയാണ്, സകല ആത്മീക അനുഗ്രഹങ്ങളാലും ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാ അനുഗ്രഹങ്ങളും, അടുത്തിരി കരം കൊടുത്ത് പറഞ്ഞിട്ട്, സകല അനുഗ്രഹങ്ങളും
ഒന്നുപോലും കുറഞ്ഞിട്ട് പോയിട്ടില്ല, ഒന്നുപോലും കുറഞ്ഞു പോയിട്ടില്ല. എല്ലാ അനുഗ്രഹങ്ങളെയും ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. എല്ലാവരും പറഞ്ഞാട്ടെ, ശകലമല്ല സകലതും. സകലതും. ഹല്ലേലൂയ. സകല അനുഗ്രഹങ്ങളാലും ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. പ്രൈസ്. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. കാരണം പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി തന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ? നമുക്ക് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത് നമ്മുടെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് മരിക്കാൻ പറ്റുമോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല, ഒന്നും നമ്മൾ കൊടുക്കില്ല. പക്ഷേ ദൈവം നമുക്ക് വേണ്ടി എല്ലാം തന്നു. അപ്പോൾ അത്രത്തോളം ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ഈ ലോകത്ത് ആരും സ്നേഹിക്കാത്ത രീതിയിൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ആ ഒരു ഉറപ്പാണ് നമുക്ക് ഇന്ന് നിങ്ങൾ ഈ ആരാധനയ്ക്ക് വന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പോടെ ദൈവത്തെ ആരാധിക്കാം. കാരണം നമ്മൾ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ആ ദൈവം, അത് ആ വചനം ഒന്നുകൂടെ വായിക്കാം. 8:9 അല്ലേ? പ്രൈസ് ദി ലോർഡ്. 9 വായിച്ചാട്ടെ. യഹോവയുടെ ഭുജമേ. യഹോവയുടെ ഭുജം. ഇതാരാണ് യഹോവയുടെ ഭുജം? അന്ന് ഈ പ്രവചന ദൂത് പറയുമ്പോൾ ആ പ്രവാചകൻ പറയുന്നത് യഹോവയുടെ ഭുജം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. ഹല്ലേലൂയ. യഹോവയുടെ ഭുജമേ ഉണരുക, ഉണരുക. ഉണരുക, ശക്തി ധരിച്ചു കൊള്ളുക, ശക്തി ധരിച്ചു കൊള്ളുക. പൂർവകാലത്തും പണ്ടത്തെ തലമുറകളിലും എന്ന പോലെ ഉണരുക. എന്താണ് അങ്ങനെ പറയുക? ഈ ഇവിടെ ഇങ്ങനെ പറ, ഉണരുക, ഉണരുക, ശക്തി ധരിച്ചു കൊള്ളുക. പ്രൈസലോ. പണ്ടത്തെ എങ്ങനെയാണ് ഉണരേണ്ടത്, എങ്ങനെയാണ് ശക്തി ധരിക്കേണ്ടത്, എന്തിനു വേണ്ടിയാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ പറയുന്നത് വായിച്ചോ. പണ്ടത്തെ പൂർവകാലങ്ങളിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം പൂർവകാലങ്ങളിൽ വെളിപ്പെട്ടതുപോലെ ഒന്ന് വെളിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെങ്ങനെ വെളിപ്പെടണം? ചെങ്കടലിന്റെ മുമ്പിൽ പകച്ചു നിന്നപ്പോൾ, ഇസ്രായേൽ ജനം, വാഗ്ദത്ത ജനം ചെങ്കടലിന്റെ മുമ്പിൽ പകച്ചു നിന്നപ്പോൾ അവിടെ ബലവാനായ ശക്തനായ ദൈവം ഉണർന്ന് എഴുന്നേറ്റ് തൻ്റെ വാഗ്ദത്ത ജനങ്ങളെ അക്കരെ എത്തിച്ചതുപോലെ, ഹല്ലേലൂയ, യോർദാനെ വിഭാഗിച്ചതുപോലെ, ഹല്ലേലൂയ, മന്നയെ പൊഴിപ്പിച്ചു കൊടുത്തതുപോലെ, തൻ്റെ ജനത്തിൻ്റെ മുമ്പിൽ വെല്ലുവിളിയോടെ നിന്ന യെരിഹോ മതിലുകളെ തകർത്തതുപോലെ, അന്ന് ദൈവമേ അവരുടെ നടുവിൽ നീ നടന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്തതുപോലെ വീണ്ടും ഞങ്ങളുടെ മധ്യത്തിൽ ഒന്ന് എഴുന്നേറ്റ് ഉണർന്ന് അന്ന് ദൈവമേ ആ ജനത്തിന് വേണ്ടി പ്രവർത്തിച്ച വീര്യം, അങ്ങ് ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഒന്നുകൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ഇന്നത്തെ ഞങ്ങളുടെ ലൈഫിൽ ഒന്ന് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനം. ഹല്ലേലൂയ. അങ്ങനെ നിനക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? കർത്താവ് അത് ചെയ്യാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൂർവ്വകാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ പലപ്പോഴും പഴയ കാലങ്ങളെല്ലാം മറന്നുപോകും. ഹല്ലേലൂയ. എല്ലാ മനുഷ്യൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ പഴയ കാലത്തിൽ ദൈവം നമ്മളെ നടത്തിയ വിധങ്ങളൊക്കെ നമ്മൾ അങ്ങ് മറന്നു പോകും. നമ്മൾ മറന്നു പോകുമ്പോഴാണ് ദൈവത്തിന് നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. എപ്പോഴും നിങ്ങൾ ഓർക്കുക, മിരിയാം തപ്പെടുത്ത് നൃത്തം ചെയ്ത ദൈവത്തെ ആരാധിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദെബോറ ദൈവത്തെ ആത്മാവിൽ സത്യത്തിൽ ആരാധിച്ചു. ഹന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയപ്പോൾ ദൈവത്തെ അങ്ങ് സ്തുതിച്ച് മഹത്വപ്പെടുത്തി അങ്ങോട്ട് സ്തുതിക്കാൻ തുടങ്ങി, ആരാധിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഇതൊരു വലിയ സീക്രട്ടാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുടെ ആണ് നിങ്ങൾ ആരെങ്കിലും ഇവിടെ നിൽക്കുന്നതെങ്കിൽ, നിങ്ങളുടെ മുമ്പിൽ വലിയ പ്രശ്നങ്ങളിലൂടെ, വിഷയങ്ങളിലൂടെ, ഏതെങ്കിലും തടസ്സങ്ങളോ പ്രശ്നങ്ങളോ സാമ്പത്തിക വിഷയങ്ങളോ രോഗങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. പൂർവ്വകാലങ്ങളിൽ ദൈവം നിങ്ങളുടെ മധ്യത്തിൽ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളെ കുറിച്ച് ഒന്ന് സ്തുതിച്ച്, ഒന്ന് ആരാധിച്ച്, ഒന്ന് മഹത്വപ്പെടുത്തി ഒരു ഭയങ്കരമായി അങ്ങ് നന്ദി പറയാൻ തുടങ്ങുമ്പോൾ, സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങുമ്പോൾ, സാക്ഷി പറയാൻ തുടങ്ങുമ്പോൾ, നീ ഒന്നും ചെയ്യണ്ട, നീ സാക്ഷി പറഞ്ഞാൽ മതി. നിനക്ക് മയക്ക് കിട്ടിയാൽ, നിനക്ക് ചാൻസ് കിട്ടാൻ നിന്റെ അയൽവാസികളോട്, നിന്റെ ബന്ധുക്കളോടെല്ലാം നീ നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് നീ അനുഭവ സാക്ഷ്യങ്ങൾ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ കർത്താവ് അടുത്ത നിമിഷം നിന്റെ ലൈഫിൽ അത്ഭുതങ്ങളെ ചെയ്യാൻ തുടങ്ങും. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും മറക്കും ഈ അത്ഭുതങ്ങൾ എങ്ങനെ പ്രാപിക്കാൻ പറ്റും. അത്ഭുതങ്ങളെ പ്രാപിക്കാൻ ഒറ്റ വഴിയുള്ളൂ, ദൈവത്തെ അങ്ങ് അടിച്ചു പോക്കണം, ദൈവത്തെ അങ്ങോട്ട് സ്തുതിച്ച് ഉയർത്തണം. ഹല്ലേലൂയ.
നിങ്ങൾക്കറിയാം എരിഹോം എന്ന 5-ാം അധ്യായം യേശുവിടെ പിന്നെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിനകത്ത് എരിഹോം എന്ന് പറയുന്ന മതിലുണ്ട്. അത് ആര് കെട്ടി? ആ മതിലിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മതിലിൻ്റെ മുകളിൽ എന്ത് ചെയ്യാൻ പറ്റും? വീട് കെട്ടാൻ പറ്റും. മതിലിൻ്റെ മുകളിൽ എന്ത് ചെയ്യാൻ പറ്റും? വീട് കെട്ടാൻ പറ്റും. അതുപോലെ 6 രഥങ്ങളെ ഈ മതിലിൻ്റെ മുകളിലൂടെ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. അത്ര വലിയ മതിലാണ് എരിഹോ മതില്. ഹല്ലേലൂയ. 6 രഥങ്ങൾ പൂട്ടിയ 6 പിന്നെ രഥങ്ങളെ ഒരുമിച്ച് ഒരു ട്രാക്കിലൂടെ ഈ മതിലിൻ്റെ മുകളിലൂടെ ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന അത്രയും വലിയതാണ് ഈ എരിഹോ മതില്. അതിൻ്റെ മുകളിലാണ്, എരിഹോ മതിലിൻ്റെ മുകളിലാണ് ആര് വീട് കെട്ടി താമസിച്ചത്? രാഹാബ് എന്ന് പറയുന്ന ആള്. ഹല്ലേലൂയ. മതിലിൻ്റെ മുകളിലാണ് വീട് കെട്ടി താമസിച്ചത്. അപ്പൊ അത്രയും വലിയ മതില് മനുഷ്യൻ കെട്ടി ഉണ്ടാക്കിയ മതില്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ദൈവാത്മാ പറയാണ്, മനുഷ്യൻ നിന്റെ മുമ്പിൽ കെട്ടി വച്ചിരിക്കുന്ന ചില മതിലുകൾ, പ്രൈസ് ദി ലോർഡ്, നീ എങ്ങനെ അത് പൊളിച്ചു കളയുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ ഒരിക്കലും ചിന്തിക്കാത്ത മേഖലകളിൽ പരിശുദ്ധാത്മാവ് പുതിയൊരു ഐഡിയ, പുതിയൊരു സ്ട്രാറ്റജി, പുതിയൊരു തന്ത്രം, പുതിയൊരു വഴി അതിന്ന് പകൽക്കാലം നിന്റെ മുമ്പിൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. മനുഷ്യൻ നിന്റെ മുമ്പിൽ കെട്ടിവെച്ചിരിക്കുന്ന ചില മതിലുകളെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാ പറയുന്നു, എങ്ങനെ ഞാൻ പൊളിക്കും, എങ്ങനെ ഏത് രീതിയിൽ അത് പൊളിക്കും. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ മുന്നോട്ട് വാഗ്ദത്തം പ്രാപിച്ച് മുന്നോട്ട് കയറുവാൻ ദൈവം വിളിച്ചിറക്കിയതിന് ശേഷം ഹല്ലേലൂയ വാഗ്ദത്ത നാട്ടിൽ ചെന്നെത്താൻ സാധിക്കാതെ നിന്റെ മുമ്പിൽ മനുഷ്യൻ കെട്ടി പടുത്തുയർത്തി വെച്ചിരിക്കുന്ന ചില മതിലുകൾ ഉണ്ടെങ്കിൽ ഈ മതിലുകളെ പൊളിച്ചാൽ അല്ലാതെ നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ആ മതില് പൊളിയാൻ ഒരു വഴിയേ ഉള്ളൂ, വേറൊരു വഴിയില്ല. ദൈവത്തിന്റെ ആത്മാ പറയാണ്, 7 ദിവസം ഹല്ലേലൂയ അവരെന്ത് ചെയ്തു? മതിലിന് ചുറ്റും നടന്നത് പോലെ. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു 7 ദിവസം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ മതിൽ ഒറ്റ ദിവസം കൊണ്ട് പണിതതല്ല, 2 ദിവസം കൊണ്ട് പണിതതല്ല. ഇത് വലിയൊരു ദേശത്തിന്റെ മതിലാ. ഇത് നമ്മളെ വീടിന്റെ മതിലല്ല. പ്രൈസ് ദി ലോർഡ്. എരിഹോം എന്ന് പറയുന്നത് സാധാരണ ഒരു മതിലല്ല. അത് ദൈവം പറയാണ്, വെറുതെ ഒന്നും ചെയ്യണ്ട, കമ്പിപ്പാര വേണ്ട, ബോംബ് വെച്ച്, ഇന്നൊക്കെ ആണെങ്കിൽ ബിൽഡിങ്ങുകൾ തകർക്കുന്നത് ബോംബ് വെച്ച് തകർക്കുകയാണ്. മാറുന്ന റിമോട്ട് അടിക്കുമ്പോൾ അപ്പോൾ തന്നെ എല്ലാം കൂടെ പൊടിഞ്ഞങ്ങ് പോയിക്കോളൂ. അപ്പം അന്ന് ഇതൊന്നുമില്ല, ഒന്നുമില്ല, എന്ത് ചെയ്യും? അപ്പോൾ ദൈവത്തിന് ഇന്ന് കണ്ടോ, ഇന്ന് നമ്മൾ ബോംബുണ്ടാക്കണം, ഒരു മതിൽ പൊളിക്കാം, കമ്പിപ്പാര വേണം, ഇത് കൊണ്ട് പൊളിക്കാൻ ചെല്ലുമ്പോഴോ സ്റ്റേ ഓർഡർ കിട്ടുന്നു, പിന്നെ അടിയായി, വെട്ടായി, റോഡിൽ കിടന്ന് അടിയായി, എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ഹല്ലേലൂയ. പക്ഷേ ദൈവം പറഞ്ഞു, ഒന്നും ചെയ്യണ്ട. എത്ര ഭയങ്കരമായ സംഭവമാണ് ഇത്. നമ്മൾ പഠിക്കേണ്ട ഒരു ജോഷുവ ജനറേഷന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? സ്തുതിക്കുന്നവന്റെ സ്ഥിതി ദൈവം മാറ്റും. ഹല്ലേലൂയ. നിന്റെ സ്ഥിതി മാറാൻ ഒറ്റ വഴിയേ ഉള്ളൂ. വന്ന് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. തലപൊലയ്ക്ക് അടുത്തവനെ നോക്കി കണ്ണ് ഇറുക്കി കാണിച്ച് തോണ്ടിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഉറങ്ങിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. വായ അങ്ങോട്ട് തുറക്കണം. ചിലർ വാ തുറക്കുന്നത് തിന്നാനും നുണ പറയാനും മാത്രമാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ വാ തിന്നാനും ഈ ഞാൻ പറയട്ടെ, ഈ മൂടിയിരിക്കുന്ന പല വാതകളും ഞാൻ കാണാറുണ്ട്. ഇവർ ആഹാരം കഴിക്കുമ്പോൾ മാത്രം ആന കഴിക്കുന്ന പോലെയാണ് ഉരുട്ടി മുകളിലോട്ട് എറിഞ്ഞ് പിടിക്കുക. അപ്പോൾ വാ അങ്ങ് തുറക്കും ഞാൻ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആകെ ഉണ്ടാകുന്ന ഒരൊറ്റ ഗുണം, നിനക്ക് കൊളസ്ട്രോളും BP യും ഷുഗറും എല്ലാം പിടിച്ച് ഏകദേശം സൈലന്റ് അറ്റാക്ക് വന്ന് തട്ടിപ്പോകാനുള്ള ഒരു സിറ്റുവേഷൻ നമ്മളായിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് സ്തുതിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എനിക്ക് പറഞ്ഞു തരാനേ പറ്റൂ. വേണമെങ്കിൽ രക്ഷപ്പെട്ടോ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജോലി നമ്മൾ ചെയ്യുകയാണ്. എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനേ പറ്റൂ. ഇതൊക്കെയാണ് സീക്രട്ട് കാര്യങ്ങൾ. പക്ഷേ അത് പ്രാപിക്കേണ്ട ചുമതല നിങ്ങൾക്കാണ്. അത് നിങ്ങളുടെ തലയിൽ തല കൊണ്ടുവന്ന് ഇങ്ങനെ തലയിൽ കൈവച്ച് 2-3 മണിക്കൂർ അരി ആട്ടും പോലെ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കാൻ എന്നുള്ള സമയം നമുക്കില്ല. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞു. അതിനൊരു ടൈമില്ല. നമ്മൾ പറയുക പോവുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഇതിനകത്ത് വന്നിരിക്കുന്നവൻ, രക്ഷപ്പെടാൻ യോഗമുള്ളവൻ ഇതൊക്കെ ഏറ്റെടുത്ത് രക്ഷപ്പെട്ടോളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകല് സ്തുതിക്കുന്നവന്റെ സ്ഥിതി മാറും. നീ ഒന്നും ചെയ്യണ്ട, നീ ശപിക്കണ്ട. ചില ആൾക്കാരെന്ത് ചെയ്യുമെന്ന് അറിയാമോ? തടസ്സമായി ആരെങ്കിലും നിന്നാൽ കല്ലും മണ്ണും മാരി എറിഞ്ഞ് നീ മുടിഞ്ഞു പോകൂടാന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും? ശപിക്കും.
ഹല്ലേലൂയ, സ്തോത്രം. അപ്പം അതിനൊന്നും അല്ല നമ്മളെ ദൈവം വിളിച്ചത്. നമുക്ക് ഒരു ജോലിയില്ല. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അനുഭവം പറഞ്ഞത്, ദൈവത്തിൻ്റെ അഭിഷേകത്തിന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്താണ്, ഒരു 20 കേസ് ഒരുത്തം കൊടുത്തെന്ന് പറഞ്ഞു. 20 കേസ്. അപ്പോൾ അവന് വേണ്ടി അപ്പോൾ അയാൾ നല്ലൊരു ദൈവ വിളി, നല്ല ഒരു അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ഒരു കേസ് പോലും കൊടുക്കണ്ട, ഒന്ന് നോക്കിയാൽ മതി, അവൻ മുടിഞ്ഞു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ 20 കേസ് കൊടുത്തപ്പോൾ ഈ പുള്ളി വന്ന് പറയുകയാണ്, ദൈവത്തിൻ്റെ അഭിഷേകത്തിനെ അദ്ദേഹത്തെ ഞാൻ എല്ലാ ദിവസവും അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ കുറേ വർഷങ്ങളായിട്ട് കേസ് പറഞ്ഞ് ജയിലിൽ പിന്നെ പോലീസ് സ്റ്റേഷനിലും കോടതി കയറി ഇറങ്ങുകയാണ്. എനിക്കിതിൽ നിന്നൊന്ന് രക്ഷപ്പെടണം. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഇരുന്ന് കുറേ നേരം അങ്ങ് പ്രാർത്ഥിച്ചു. കുറച്ച് നേരം കൈകോർത്ത് പിടിച്ചങ്ങ് പ്രാർത്ഥിച്ചിട്ട് ദൈവദാസൻ പറഞ്ഞു, എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് തീർത്ത്, ഇതെങ്ങനെയെന്നൊന്നും എനിക്കറിയത്തില്ല, ഒറ്റ ദിവസം കൊണ്ട് ഒരുമിച്ച് തന്നെ ഈ കേസെല്ലാം അങ്ങ് തീർപ്പാവും എന്ന് പറഞ്ഞ ദൈവത്തെ അങ്ങ് സ്തുതിച്ച് സ്തോത്രം ചെയ്തിട്ട്. അപ്പം ഈ പ്രാർത്ഥിച്ച 20 കേസുള്ള അയാൾക്ക് ഈ അഭിഷിക്തൻ പ്രവാചകൻ ഇത് പറഞ്ഞിട്ടൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. 20 കേസൊക്കെ ഇത്രയും വർഷം കൊണ്ട് വാശിയോടും വൈരാഗ്യത്തോടും അവർ കേസ് കൊടുത്ത് എന്നെ കയറ്റി ഇറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുമിച്ച് ഒറ്റയടിക്ക് തീർക്കാന്ന് പറഞ്ഞാൽ ലോജിക്കില്ലാത്ത കേസ്. അതും കോടതിക്കകത്തൊരു കേസ് പോയാൽ 20, 25, 30, 100 അവൻ മരിച്ചാലും ആ കേസ് തുറന്നുകൊണ്ടിരിക്കും. അപ്പോൾ എങ്ങനെ ഇത് ഒരുമിച്ച് അങ്ങ് തീരും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് നിസ്സാര കേസ് ഒരുമിച്ച് തീർക്കാൻ സെക്കൻഡുകൾ കൊണ്ട് മതി. പ്രൈസ് ദി ലോർഡ്. പിറ്റേ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്, ആ ദേവദാസൻ വിളിച്ച് ആ വ്യക്തി പറഞ്ഞു, ദേവദാസനെ വിളിച്ചിട്ട് പറഞ്ഞു, കേസെല്ലാം തീർന്നു. ഹല്ലേലൂയ. കേസ് കൊടുത്തവൻ വിസ കിട്ടി, മുകളിലോട്ട് പോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒറ്റ അടിക്ക് ഒരുമിച്ച് സകല കേസും അങ്ങ് തീർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് നീ വിശ്വസിച്ചാൽ ഇന്ന് നിന്റെ മുമ്പിലുള്ള ഏത് മനുഷ്യൻ കെട്ടിയ മതിലുകളും, ഹല്ലേലൂയ, സ്തോത്രം, 7 ദിവസം, ഹല്ലേലൂയ. ഇന്ന് ദൈവാത്മാ പറയാണ്, നിങ്ങളുടെ ജീവിതത്തിന്റെ മുമ്പിലുള്ള ചില വിഷയങ്ങൾ 7 ദിവസത്തിനകത്ത് നീ ആത്മാവിൽ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഇത് ഏറ്റെടുക്കുന്നവർക്കായി സ്തോത്രം, ആമേൻ പറയുന്നവനായി സ്തോത്രം. 7 ദിവസത്തിനകത്ത് ഇതിനകത്തിരിക്കുന്ന നിന്റെ ലൈഫിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ബ്രദറെ എഴുന്നേറ്റേക്ക്. 7 ദിവസത്തിനകത്ത് ചില അസാധ്യമായ കാര്യങ്ങൾ നിന്റെ മുമ്പിൽ മാറാൻ പോവുക. പുതിയ ചില വഴികളും വാതിലുകളും നിനക്ക് വേണ്ടി തുറക്കാൻ പോകുന്നു. ഈ വരുന്ന ഒരാഴ്ച നീ സ്തോത്രം ചെയ്ത് സ്തുതിച്ച് ദൈവത്തെ അങ്ങോട്ട് രാവിലെ എഴുന്നേറ്റ് മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം പറയുകയാണ്, 7 പോകണ്ട, 3-ന്റെ അന്നേ വിടുതലാവും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ചില അത്ഭുതങ്ങൾ നിന്റെ ലൈഫിൽ, നിന്റെ മുമ്പിൽ ചില തടസ്സങ്ങളായി നിൽക്കുന്നത്, ചില നിയമക്കുരുക്കുകളൊക്കെ ദൈവാത്മാവ് ഈ നാളുകളിൽ അഴിച്ച് ചില പുതുവഴികളെ തുറക്കാൻ പോവുകയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ദൈവം പറയുകയാണ്, 7 ദിവസത്തിനകത്ത് ഇതിനകത്ത് ചിലരുടെ പ്രാർത്ഥനകളുടെ വിഷയങ്ങൾക്ക് ദൈവം ചില മറുപടികൾ, പിശാചിട്ടിരിക്കുന്ന ചിലതിനെ വെട്ടിമാറ്റിക്കൊണ്ട് അത്ഭുതകരമായ ദൈവപ്രവൃത്തി നിന്റെ ലൈഫിൽ ദൈവം ചെയ്തെടുക്കാൻ പോവുകയാണ്. അത് വേഗത്തിൽ സംഭവിക്കാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം മാത്രം നീ ചെയ്യണം, ഏത് അസാധ്യമായി നിന്റെ മുമ്പിൽ നിൽക്കുന്ന ആ കോട്ടകളെ ദൈവത്തിന്റെ ആത്മാവ് തകർത്ത് കളയാൻ പോവുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വളരെ ഈസി ആയിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, സ്തുതിച്ചോണ്ട് നടക്കുക. ഹല്ലേലൂയ. വേറെ ഒരു പരിപാടിയില്ല, സ്തുതിച്ചോണ്ട് നടക്കാൻ പറഞ്ഞു. അവരങ്ങോട്ട് എന്ത് ചെയ്തു? സ്തുതിച്ചോണ്ട് നടന്നു. ഞാൻ പറയട്ടെ, ഇന്നത്തെ കാലത്ത് ആരോടെങ്കിലും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നീ രാവിലെ എഴുന്നേറ്റ് സ്തുതിച്ചോ, സ്തോത്രം ചെയ്തോ, നിനക്ക് കിട്ടും. അത് കേട്ടോണ്ട് തലയാട്ടിക്കൊണ്ട് പോകണേ അല്ലാതെ ഇവരാരും ഈ ചെന്നിടന്ന് ഉറങ്ങും എന്നുള്ളതല്ലാതെ ആരും ഇത് ചെയ്യാൻ ഇതല്ല. ഹല്ലേലൂയ. പക്ഷേ ഈ ദൈവജനം അങ്ങനെയല്ല. അവർക്കറിയാം കഴിഞ്ഞ നാളുകളിൽ നടത്തിയ ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ അതിനകത്ത് എന്തോ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അവർ ചുറ്റി നടന്നു. ഹല്ലേലൂയ. കോട്ടയ്ക്ക് അതാണ്, ദേശത്തെ ചുറ്റി നടന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചില വിടുതലുകൾ നടക്കും. നിന്റെ ദേശത്തിലും നിന്റെ ഭവനത്തിനകത്തുമൊക്കെ നീ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുമ്പോൾ തന്നെ നിന്റെ ഭവനത്തിന്റെ അന്തരീക്ഷങ്ങൾ മാറും, ദേശത്തിന്റെ അന്തരീക്ഷങ്ങൾ മാറും. അതുകൊണ്ടാണ് ദൈവസഭ നടത്തുന്ന അനേകർ ദേശം ചുറ്റി പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിന്റെ ദാസീദാസന്മാർ, ദൈവമക്കൾ ദേശത്തുകൂടെ നടന്നാൽ, ഒരു വീട്ടിനകത്തൂടെ നടന്നാൽ അതിനകത്തൊരു വലിയ വിടുതൽ സംഭവിക്കപ്പെടും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ നടന്നങ്ങ് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ അതിന്റെ മുകളില്
ആ മതിൽ വളരെ ഈസി ആയിട്ട് ഇടിയാൻ പോവുകയാണ്. പ്രൈസ് ലോർഡ്. നമ്മൾ കാണുന്നില്ല. ഒരു ദിവസം ഞാൻ ചുറ്റി നടന്ന് പ്രാർത്ഥിച്ചപ്പോഴും കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത സംഭവത്തിൽ അടിസ്ഥാനങ്ങൾ ഇളകി തുടങ്ങി. പ്രൈസ് ലോർഡ്. അടിസ്ഥാനങ്ങൾ സ്തുതിക്കാൻ തുടങ്ങുമ്പോഴേ അടിസ്ഥാനങ്ങൾ ഇളകി തുടങ്ങും. അത് 2 ദിവസമായി 3 ദിവസമായി ഇവർ കാണുന്നില്ല, പക്ഷെ അടിസ്ഥാനങ്ങളെല്ലാം ഇളകി തുടങ്ങി. ഓരോ ദിവസവും നീ ആരാധിച്ചും പ്രാർത്ഥിച്ചും സ്തുതിച്ചും ഓരോ തവണ നീ കൈയടിച്ച് സ്തോത്രം പറയുമ്പോൾ, നീ ഹല്ലേലൂയ പറയുമ്പോൾ, അനവധി മേഖലകളിൽ ചില അടിസ്ഥാനങ്ങൾ നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാതെ നിനക്ക് വിരോധമായി മനുഷ്യനും പിശാചും വെച്ചിരിക്കുന്നത് നിന്റെ ആരാധനകളിൽ ഈ നാടുകളിൽ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നിന്റെ ആരാധനകൾ വെറുതെയല്ല, നിന്റെ സ്തുതികൾ വെറുതെയല്ല, നിന്റെ നടത്തം വെറുതെയല്ല, നീ ആരാധിക്കാൻ വന്നത് വെറുതെയല്ല. ഇന്ന് പകൽ ആത്മാവ് വിളിച്ചു പറയുകയാണ്, ഇതിന്റെ പുറകിൽ നീ കാണാത്ത ചിലത് നിനക്ക് വിരോധമായി പിശാച് കെട്ടിവെച്ചിരിക്കുന്ന ചിലത് ആത്മാവിൽ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളെ, ആത്മാവിൽ ആരാധിക്കുന്നവന്റെ ആരാധനയിൽ ചിലത് ഇടിയുകയാണ്, ചിലത് ഇടിയുകയാണ്, ചിലത് ഇടിയുകയാണ്. ഇന്ന് പകൽ ചിലത് ഇടിയട്ടെ. ഓ ഹല്ലേലൂയ ജീസസ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം. മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില കോട്ടകൾ ഇടിക്കാൻ പോകുന്നു. ചില കോട്ടകൾ ഇന്ന് പകൽക്കാലം നിന്റെ മുമ്പിൽ നിന്ന് ഇടിഞ്ഞും വീഴാൻ പോകുന്നു. നീ നോക്കി നിൽക്കേ, നീ നോക്കി നിൽക്കേ. നീ അത്ഭുതപ്പെട്ട് ഇതെന്ത് സംഭവിച്ചു എന്ന് അറിയാതെ നീ ഞെട്ടിപ്പോകുന്ന രീതിയിൽ സ്വർഗത്തിലെ ദൈവം ഒരു അസാധാരണമായി നിന്റെ മുമ്പിലുള്ള ചില കോട്ടകളെ ഈ ഒരാഴ്ചക്കകത്ത്, ഈ 7 ദിവസത്തിനകത്ത് ചിലരുടെ ലൈഫിൽ ദൈവം ഭയങ്കര മിറക്കിൾ ചെയ്യാൻ പോയ പ്രാപിച്ചോ? ഹല്ലേലൂയ. ദൈവം പറയുന്നു 1 വീക്ക്, ഒരു 7 ദിവസത്തിനകത്ത് നീ ഞെട്ടിപ്പോകുന്ന വിടുതൽ, നീ അത്ഭുതപ്പെട്ടു പോകും. ഇതെങ്ങനെ സംഭവിച്ചു? ഇത് സ്തുതിക്കുന്നവന് വേണ്ടി ദൈവം ചെയ്യുന്ന കാര്യം. സ്തുതിച്ചാൽ മതി, സ്തുതിച്ചാൽ മതി, നീ സ്തുതിച്ചാൽ മതി, നീ ദൈവത്തെ സ്തുതിച്ചാൽ മാത്രം മതി. നിന്റെ വായി തുറന്ന് ദൈവത്തെ നീ സ്തുതിച്ചാൽ മാത്രം മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല. ദൈവത്തെ സ്തുതിച്ചവരാരും ഇന്ന് വരെ ലജ്ജിച്ചു പോയിട്ടില്ല. ദാവീദ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നടന്നതാ. സ്തുതിച്ചുകൊണ്ട് എങ്ങനെയാ മരുഭൂമിക്കകത്തൂടെ പ്രതികൂലത്തിന്റെ നടുവിലും ആ ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിച്ചുകൊണ്ട് നടന്നപ്പോൾ പിന്നത്തേതിൽ ദാവീദ് എന്ന ആട്ടിടയനെ കാണുന്നത് രാജാവായിട്ടാണ്. ദൈവം നിന്നെ രാജാവാക്കാൻ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, രാജപുരോഹിത വർഗം. ഓൾറെഡി നീ രാജകീയ അഭിഷേകമുള്ളവരാ. എന്നാ സ്തുതിക്കുന്നവനാകണം. രാജപുരോഹിത വർഗമാണ് നീ എങ്കിൽ നിന്റെ വായ് കൊണ്ട് നീ ദൈവത്തെ സ്തുതിക്കണം. സ്തുതിക്കുന്നവനെ രാജാവാക്കുന്ന ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. വളരെ സിമ്പിളായിട്ട് 7 ദിവസം കൊണ്ട് കോട്ടയെല്ലാം കൂടെ പൊളിച്ച് കൈ കൊടുത്തു. ഹല്ലേലൂയ. പണിതവരും ആ രാജ്യത്തിലെ രാജാക്കന്മാരും സകല മനുഷ്യരുടെയും ഹൃദയം ഉരുകിപ്പോയി. ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഇസ്രായേൽ ജനത്തെക്കുറിച്ച് കേട്ടപ്പോൾ യെരിഹോ നിവാസികളുടെ ഹൃദയം ഉരുകിപ്പോയി. ദൈവത്തിന്റെ അഭിഷേകമുള്ള ദൈവമക്കളെ, നിങ്ങൾക്ക് വിരോധമായി നിൽക്കുമ്പോൾ നിന്റെ ശത്രുവിന്റെ ഹൃദയം ഉരുകി പോകുന്നത് പോലെ, നിന്റെ ശത്രു ഉരുകി പോകുന്നത് പോലെ നിന്റെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകം ശത്രുക്കളുടെ ഹൃദയങ്ങളെ ഉരുക്കിക്കളയുന്നതാണ്. ഒരു മനുഷ്യരും നിന്റെ ജീവകാലത്ത് നിന്റെ മുമ്പിൽ നിൽക്കയില്ല. മോശയോടുകൂടെ ഞാൻ ഇരുന്നത് പോലെ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം കൂടെയുള്ളവന്റെ ലെവലേ വേറെയാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഉറപ്പുണ്ട് എൻ്റെ കൂടെ ദൈവം ഉണ്ടെന്ന്? ഹല്ലേലൂയ. ആ ഉറപ്പ് മതി. ആ ഉറപ്പാണ് നിന്നെ ധൈര്യത്തോടെ നിർത്തുന്നത്. എൻ്റെ കൂടെ ലോകത്തിലുള്ള ആയിരക്കണക്കിന് സൈന്യമില്ല. അമേരിക്കൻ സൈന്യം എൻ്റെ കൂടെ ഇല്ലെങ്കിലും, ഇന്ത്യൻ സൈന്യം എൻ്റെ കൂടെ ഇല്ലെങ്കിലും, ലോകത്തിലുള്ള മസിൽമാന്മാരും ബോഡി ബിൽഡേഴ്സ് എൻ്റെ കൂടെ ഇല്ലെങ്കിലും, ഇന്ന് പകൽ ബന്ധുക്കളും നാട്ടുകാരും വീട്ടുകാരും എൻ്റെ കൂടെ ഇല്ലെങ്കിലും, എൻ്റെ കൂടെ ഉള്ളവൻ വീരനായ ദൈവം, അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യ പിതാവ്. ഹല്ലേലൂയ, സ്തോത്രം. ആ ദൈവം എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ കുലുങ്ങി പോകത്തില്ല.
ഞാൻ പറഞ്ഞാട്ടെ, വായി തുറന്ന് നിങ്ങൾ പറയണം, ഞാൻ കുലുങ്ങി പോകുകയില്ല, ഞാൻ ഭയപ്പെടുകയില്ല. മോശയോട് കൂടെ ഇരുന്ന അതേ ദൈവം യോശുവേ, നിന്റെ മുമ്പിലുള്ള ഈ ചെങ്കടലല്ല, ഈ യോർദാനെ ഹല്ലേലൂയ ഒറ്റ സെക്കൻഡ് കൊണ്ട് നീ വഴിമാറ്റാൻ പോയ. ഹല്ലേലൂയ. മനുഷ്യനുണ്ടാക്കി വെച്ച കോട്ടകളെ ഇടിക്കാൻ വെറും സ്തുതിക്ക് കഴിഞ്ഞുവെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മനുഷ്യനല്ല, ലോകം അല്ലെങ്കിൽ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട യോർദാൻ, മരണ യോർദാൻ, ആ യോർദാനെ വിഭാഗിച്ചത് വേറൊരു രീതിയിലാണ്. ഹല്ലേലൂയ. ആ യോർദാൻ എങ്ങനെയാ വിഭാഗിച്ചതെന്ന് അറിയാമോ? തോളിൽ പെട്ടകത്തെ ചുമന്ന പുരോഹിതന്മാർ അവരുടെ കാലൊന്ന് സ്പർശിച്ചപ്പോഴേ മരണ യോർദാൻ വഴി മാറി. പ്രൈസ് ദി ലോർഡ്. എന്താ അതിന്റെ അർത്ഥം? നിന്റെ അകത്ത് അഭിഷേകമുണ്ടോ? നീ അഭിഷേകം ചുമക്കുന്നവനാണെങ്കിൽ, ഇന്ന് പകൽക്കാലം ഈ ആത്മാവുള്ളവനാണെങ്കിൽ, പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്നവനാണെങ്കിൽ, നിന്റെ മുമ്പിലുള്ള ചില മരണ യോർദാൻ നീ കാല് വെക്കുമ്പോൾ തന്നെ നിന്റെ മുമ്പിൽ നിന്നത് വഴി മാറാൻ പോയാൽ. ഹല്ലേലൂയ. സ്തോത്രം. അഭിഷേകമുള്ളവന്റെ മുമ്പിൽ ഒരു മരണ യോർദാൻ നിൽക്കത്തില്ല. ഒരു കൊറോണയും നിന്നെ തൊടത്തില്ല, ഒരു BP നിന്നെ തൊടത്തില്ല, ഒരു കൊളസ്ട്രോളും നിന്നെ തൊടുകയില്ല, ഒരു മരണശക്തികൾ നിന്നെ തൊടുകയില്ല, ഒരു മരണ യോർദാൻ നിന്റെ മുമ്പിൽ നിൽക്കത്തില്ല. കാരണം നീ അഭിഷേകമുള്ളവരാണ്. അഭിഷേകമുള്ളവർ മാത്രം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആത്മനിറവുള്ളവർ, അഭിഷേകമുള്ളവർ മരിച്ചവരല്ല, ജീവനില്ലാത്തവരല്ല. ഇന്ന് പകൽ ആത്മാവിനെ ചുമക്കുന്നവർ, അഭിഷേകമുള്ളവർ ഈ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അഭിഷേകമുള്ളവന്റെ മുമ്പിൽ ഇതൊന്നും പ്രവൃത്തിയില്ല, ഫൈറ്റിംഗ് ഇല്ല. പ്രൈസ് ദി ലോർഡ്. യുദ്ധമില്ല, ഫൈറ്റിംഗ് ഇല്ലാത്ത ഒരു പരിപാടിയാ. വാളുകൊണ്ട് വെട്ടുന്ന പരിപാടിയില്ല. ഹല്ലേലൂയ. അഭിഷേകമുള്ളവൻ നിന്നാ മതി, അഭിഷേകമുള്ളവൻ നടന്നാ മതി, അഭിഷേകമുള്ളവൻ കൽപ്പിച്ചാൽ മതി, അഭിഷേകമുള്ളവൻ തൊട്ടാൽ മതി, അഭിഷേകമുള്ളവൻ സ്തുതിച്ചാൽ മതി. അവിടെ നിന്റെ മുമ്പിലുള്ള സകല യോർദാനും സകല യെരിഹോ മതിലുകൾ ഇടിഞ്ഞു മാറി നിന്റെ വാഗ്ദത്ത ദേശത്ത് വീസിയായി കേറാൻ ഇന്ന് പകൽക്കാലം നിനക്ക് കൃപയുണ്ട്. അതിന് സാധിക്കും. ആ വെളിപ്പാട് നിന്റെ അകത്തൊന്ന് കയറിയാ മതി. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തെ പൂർവ്വകാലങ്ങളിൽ ദൈവം ചെയ്ത ഈ യോർദാനെ വിഭാഗിച്ചതും ഈ യെരിഹോമിനെ തകർത്തതുമായ അതേ ദൈവം ഇന്ന് പ്രസന്റ് കണ്ടീഷനിൽ നിന്റെ ലൈഫിൽ ഒന്ന് ഇറങ്ങി വന്നാൽ എങ്ങനെ ഇരിക്കും? ഹല്ലേലൂയ. നിന്റെ മുമ്പിലുള്ള എല്ലാം നിമിഷ നേരം കൊണ്ട് പൊടിഞ്ഞു മാറും. ഹല്ലേലൂയ. അതിനൊറ്റ വഴി, നീ ദൈവത്തെ സ്തുതിക്കണം, നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം. നീ ദൈവസന്നിധിയിൽ നിനക്ക് വേണ്ടി ദൈവം ചെയ്ത അത്ഭുതങ്ങളെ, കഴിഞ്ഞ നാളുകളിൽ എൻ്റെ ദൈവം എനിക്ക് ചെയ്ത ദൈവത്തിന്റെ അത്ഭുതങ്ങൾക്കായി, ദൈവത്തെ സൗഖ്യത്തിനായി, തലവേദന മാറ്റിയതിനായി, എന്നെ ആക്സിഡന്റിൽ നിന്ന് വിടുവിച്ചതിനായി, എൻ്റെ രോഗത്തിൽ നിന്ന് മോചിപ്പിച്ചതിനായി, എൻ്റെ തലമുറയെ വിടുവിച്ചതിനായി, എൻ്റെ വിവാഹം നടന്നതിനായി എന്ന് പറഞ്ഞ് 100 വിഷയങ്ങൾ ഇന്ന് പകൽ നിന്റെ മുമ്പിൽ നിരത്തി വെക്കുമ്പോൾ അതൊക്കെ ചെയ്ത ദൈവം, അതിനെ നീ സ്തുതിക്കണം, അതിന് നന്ദി പറയണം. ഹല്ലേലൂയ. അങ്ങോട്ട് പറയാൻ തുടങ്ങിയാലുണ്ടല്ലോ, ദൈവത്തിന് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ വചനം പലപ്പോഴും ചില ദൈവദാസന്മാരെ പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിനകത്ത് എല്ലാ റൂമുകളും ബിസിയാണ്, പക്ഷെ ഒരു റൂം മാത്രം ബിസി അല്ലാത്തതുള്ളൂ. അത് നന്ദി കരയറ്റുന്ന ആ റൂമാണ്. അവിടെ ഇരിക്കുന്ന ഏഞ്ചൽ ഉറങ്ങിയിരിക്കുകയാണ്, കാരണം ഒറ്റ എണ്ണത്തിന് നന്ദിയില്ല. പ്രൈസ് വരുന്നു, താ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, തരുന്നു, വാങ്ങിക്കുന്നു, പോകുന്നു, വീണ്ടും അടുത്ത ആഴ്ച വീണ്ടും വരുന്നു, സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു. അനുഗ്രഹ തൊഴിലാളിയാക്കി യേശുവിനെ, ദൈവത്തെ ഒരു അനുഗ്രഹ തൊഴിലാളിയാക്കി പലരും മാറ്റിവെച്ചിരിക്കുമ്പോൾ ഈ ജീവനുള്ള ദൈവത്തിന്, ദൈവം ചെയ്ത അത്ഭുതങ്ങളെ നന്ദിയോടെ സ്മരിക്കുന്നവനെ ദൈവം മാനിക്കാനിടയാകും. ഇന്ന് പകൽ നന്ദിയുള്ളവരായിരിക്കണം. ഹൃദയത്തിനകത്ത് നന്ദിയുള്ളവരായിരിക്കണം. എന്തുകൊണ്ടാ പലരും അനുഗ്രഹിക്കപ്പെടാത്തത്? എന്തുകൊണ്ടാ പലരും വിടുവിക്കപ്പെടാത്തത്? എന്തുകൊണ്ടാ ഒരു അത്ഭുതം നടന്നാൽ പിന്നെ വർഷങ്ങൾ വരെ ഒരു അത്ഭുതം നടക്കാതെ മരവിച്ച് ഡ്രൈ ആയി പോകാൻ കാരണം എന്താണെന്നറിയാമോ? കാര്യം കാണാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വരുമ്പോൾ പാഷ അതാണ്, ഇതാണ്, മറ്റതാണ്, അതാണ്, ഇതെല്ലാം പറയും. പക്ഷേ അത് കഴിഞ്ഞാൽ പിന്നെ അവരെ കാണത്തില്ല. ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്ക് ഉണ്ടായിരിക്കുന്ന ഒരു ക്വാളിറ്റി എന്താണെന്നറിയാമോ? നന്ദിയുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നന്ദിയുള്ള ഹൃദയം. അല്ല നമ്മൾ കുറേ വാചക കസർത്തും, കുറേ ഡയലോഗും, കുറേ സ്വയം നീതിയും
ഞാൻ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഞാൻ 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒന്നും നടക്കത്തില്ല. അതിന് പകരം തന്നെത്താനെന്ന് താഴ്ത്തി, പ്രൈസലോ, എൻ്റെ ദൈവം എന്നെ നടത്തുന്നു, എൻ്റെ ദൈവം എനിക്കിതെല്ലാം തന്നു, പ്രൈസലോട്. അല്ലാതെ മട്ടുപ്ലാവിൻ്റെ മോളിൽ കയറുന്നതുകൊണ്ട് ഞാനെല്ലാം ഉണ്ടാക്കി. പിന്നെ ഒരു 7 മാസം ഒരു എന്ത് ചെയ്യും, പുല്ലും തിന്ന് അവിടെ നടക്കാം, അങ്ങോട്ട് ചുറ്റും. ജോലിയില്ല, വരുമാനമില്ല, ഈ ഒന്നുമില്ല. പക്ഷേ കഴിഞ്ഞ ആഴ്ച വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ എന്താണെന്ന് അറിയത്തില്ല, ഒന്നുമില്ല, അക്കൗണ്ടെല്ലാം കാലി, ഉള്ളതും കൂടെ ആൾക്കാരെടുത്തുകൊണ്ട് പോയി. പ്രൈസില. ഒരുപാട് ആൾക്കാർ വന്ന് പറയുന്നത്, കഴിഞ്ഞ അന്ന് ഒരു ബിസിനസ് നടന്നു, പിന്നെ ബ്രദർ വന്നു ആരാധനയ്ക്ക്, പിന്നെ വരാൻ പറ്റിയില്ല, ബിസി ആയിരുന്നു. ഇപ്പോൾ വന്നത്, ഇപ്പോൾ ഒന്നുമില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്താണെന്നോ ഈ അവൻ്റെയൊക്കെ തലയ്ക്കകത്ത് കളിമണ്ണാണോ അതോ പിണ്ണാക്കാണോ എന്ന് എനിക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. കാരണം എത്ര വചനം കേട്ടാലും എത്ര പറഞ്ഞാലും ഉപദേശിച്ചാലും നന്നാവാത്ത കുറേ എണ്ണമുണ്ട്. കാരണം പിണ്ണാക്കിരിക്കുകയാണ് അതിനകത്ത്. ഒരു വീട് തന്നെ ഭാഷയാണ് പ്രാർത്ഥിക്കണം. അപ്പം നിൽക്കുന്ന നിപ്പും മുട്ടൊക്കെ മടക്കുന്നു. പിന്നെ അങ്ങോട്ട് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കണ്ടാൽ തന്നെ തൊപ്പിയൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളെ കണ്ടാൽ ഒരു മൈൻഡ് ചെയ്യത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് നീ എരുന്നോണ്ട് നടക്കുന്നത്, പിച്ചക്കാരനായിട്ട് നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ ഇതുവരെ എഴുന്നേറ്റം പിടിക്കാത്തതിന് കാരണം ദൈവസഭയ്ക്കകത്തോ ദൈവദാസന്മാരുടെ മുമ്പിലും ദൈവസന്നിധിയിലും നന്ദിയില്ലാത്തവ ഒറ്റ എണ്ണം എഴുന്നേറ്റം പിടിക്കത്തില്ല. ഹല്ലേലൂയ. എന്നാൽ നിന്റെ ഹൃദയത്തിനകത്ത് ഞാൻ ഉണ്ടാക്കിയെന്നല്ല, എൻ്റെ ബുദ്ധി കൊണ്ടല്ല, എൻ്റെ ശക്തി കൊണ്ടല്ല, എൻ്റെ കഴിവ് കൊണ്ടല്ല, എന്നെ ഓരോ നാളും നടത്തുന്ന എൻ്റെ ദൈവം. കഴിഞ്ഞ നാളുകളിൽ ചുറ്റുള്ളിയും ഉള്ളിയും വെള്ളരിക്കയും തിന്നുകൊണ്ട് കിടന്ന ഇസ്രായേൽ ജനത്തിനെ ദൈവം ഹല്ലേലൂയ പുറത്തു കൊണ്ടുവന്ന് മന്ന കൊടുത്ത് കാടപ്പക്ഷികളെ കൊടുത്ത് അവരെ ബ്ലസ് ചെയ്ത് നടത്താൻ തുടങ്ങിയപ്പോൾ നന്ദിയില്ലാത്ത ജനം ദൈവത്തിന്റെ അഭിഷിക്തനെതിരായി പിറുപിറുത്തപ്പോൾ ആ മരുഭൂമിയിൽ വെച്ച് സംഹരിച്ചു കളഞ്ഞുവെങ്കിൽ ഇന്ന് പകൽ ആത്മാ പറയുകയാണ്, നിനക്ക് നന്ദിയുള്ള ഹൃദയമുണ്ടെങ്കിൽ നന്മയും കരുണയും ആയുഷ്കാലം നിനക്ക് വേണ്ടി പിന്തുടരുവാനിടയാകും. ദൈവം ഒരു ഉറവ തുറന്നാൽ അത് നിന്റെ ജീവിതം കൊണ്ട് അവസാനിക്കത്തില്ല. അത് നിന്റെ തലമുറയായി അത് നിലനിൽക്കുന്നതായി മാറുവാനിടയാകും. ഹാഗറേ, നിനക്ക് വേണ്ടിയല്ല, നിന്റെ തലമുറയ്ക്ക് വേണ്ടി മരുഭൂമിയിൽ ഞാനൊരു ഉറവ തുറന്നെങ്കിൽ അത് 1000 വർഷങ്ങളായി ആ ഉറവ അടയാതെ നിൽക്കുന്നെങ്കിൽ എന്റെ ദൈവം തുറക്കുന്ന ആ ഉറവ ഒരു കാലത്തും ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവം തുറക്കുന്നതും മനുഷ്യൻ തുറക്കുന്നതും വ്യത്യാസമുണ്ട്. ദൈവം ഒരു ഉറവ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ ഹാഗറും കുടിച്ചു, കുഞ്ഞും കുടിച്ചു, പിന്നെയും തീരുന്നില്ല. പിന്നെ ഇതങ്ങോട്ട് വളർന്ന് എത്ര 1000 തലമുറ ഇത് കുടിച്ചെന്നറിയത്തില്ല. ഇന്നും അത് കുടിച്ചുകൊണ്ടിരിക്കുന്നു, ഇന്നും വെള്ളം നിന്നിട്ടില്ല, ഇന്നും വന്നുകൊണ്ടിരിക്കുക. എന്താ? ദൈവം തുറന്ന ഉറവയാ. ആരുടെ നിലവിളി കേട്ട്? ഹാഗറിന്റെ നിലവിളി കേട്ടല്ല, ബാലന്റെ നിലവിളി കേട്ട് അഭിഷേകമുള്ളവൻ ഉണ്ടായ തലമുറയുടെ നിലവിളിയുടെ മുമ്പില്, ആത്മാവിനാൽ ജനിച്ചവന്റെ മുമ്പില്, ആ ജനിച്ച തലമുറയുടെ നിലവിളിയുടെ മുമ്പില് എന്റെ ദൈവം ഒരു ഉറവ തുറന്നെങ്കിൽ അത് ഇന്ന് വരെയും അത് അടഞ്ഞു പോയിട്ടില്ല എങ്കിൽ ആത്മാ പറയുന്നു, ചില ഉറവകൾ നീ നന്ദിയോടെ ദൈവസന്നിധിയിൽ നിന്നാൽ, പ്രാർത്ഥിച്ചാൽ, ദൈവഭയത്തോടെ ജീവിച്ചാൽ, ഞാൻ നിനക്ക് വേണ്ടി ഒരു ഉറവ തുറക്കും. അത് ഒരു നാളിലും ആർക്കും അടച്ചുകൂടാത്ത ഉറവയായിരിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം ദൈവസന്നിധിയിൽ അടുത്തൊരു കരകൾ കൊടുത്ത് പറഞ്ഞാട്ടെ, നന്ദി ഒരല്പമെങ്കിലും ഒക്കെ ഉണ്ടായ ഞാൻ എൻ്റെ ഭാഷയെ പറഞ്ഞാൽ കൊള്ളാം. ആർക്ക് കൊള്ളാം? നിങ്ങൾക്ക് കൊള്ളാം. ഹല്ലേലൂയ. നന്ദിയുള്ള ഒരു മനസ്സും ഹൃദയം കൊണ്ട് അല്ല ഇവിടെ വന്ന് ഇങ്ങനെ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ടും നോക്കി ഇരുന്നിട്ട് പോയിട്ട് ഒരു കാര്യമില്ല സഹോദരൻ. അതിനേക്കാളും വരാതെ ഇരിക്കുന്നത്, അവരെ കലങ്കി ചെന്നിരിക്കുന്നതാണ് നല്ല. ബസ് സ്റ്റോപ്പിൽ അങ്ങനെ ചെന്നിരിക്കുന്നത് നല്ലത്. ദൈവത്തിൻ്റെ സഭയ്ക്കകത്ത് വന്ന് ഇരുന്നാൽ കേൾക്കുന്ന ഹൃദയത്തിനകത്ത് സംഗ്രഹിച്ച് ഒരു തീരുമാനം എടുത്തിട്ട് വേണം ഇവിടുന്ന് വെളിയിറങ്ങാൻ. അല്ലെങ്കിൽ ഇങ്ങനെ ഏജ് കൂടിക്കൊണ്ട് 21, 22, 23, 24, 25 അന്നും ഇന്നും പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ തലയൊക്കെ നരച്ച് ഇപ്പം എത്ര വയസ്സായി? 10-40 21 കണ്ടതാ. അന്നും ഇങ്ങനെ തന്നെ, ഇന്നും ഇങ്ങനെ തന്നെ. എഴുന്നേറ്റം പിടിച്ചോ? ഓ, ആരാധനയ്ക്ക് പോകുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്.
ആരാധനയ്ക്ക് പോകുന്നുണ്ട്. ബൈബിൾ എത്രയോ മാറി, പ്രൈസ് ദി ലോർഡ്. പല ബൈബിളും കീറി. പക്ഷേ നമുക്ക് മാത്രം ഹൃദയത്തിലൊരു കീറലില്ല, പ്രൈസ് ദി ലോർഡ്. നമ്മളെ തിരിച്ചേലൊക്കെ നമ്മൾ സൗകര്യമായിട്ട് എല്ലാം അടച്ച് ഞാൻ വെച്ചിരിക്കുകയാണ്. ഞാൻ കൈകാര്യം ചെയ്തോളാം. കർത്താവ് ഞായറാഴ്ച മാത്രം ഞാൻ അവിടെ വരും, അപ്പോൾ വരും. ഞാൻ ദൈവത്തെ കണ്ടോളാം, എന്നോട് ഇങ്ങോട്ടൊന്നും വേണ്ട. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറയാം 100% ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഒരു ഗ്യാരണ്ടിയും ഇല്ല. പക്ഷേ ചിലർ വരുന്നത് വേഴാമ്പലിനെ പോലെ തലകളെ കുനിച്ച് യഹോവ ഭക്തിയുള്ളവരായി, ദൈവ ഭയമുള്ളവരായി, ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കണം. ദൈവമേ, എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ, എൻ്റെ അമ്മയുടെ കണ്ണുനീരൊന്ന് മാറ്റണമേ, എൻ്റെ അപ്പൻ്റെ ഹൃദയത്തിലെ വേദന ഒന്ന് മാറ്റണമേ, എന്നെ ഒന്ന് യബ്ബേസിനെ പോലെ എൻ്റെ അതിരുകളെ ഒന്ന് വിശാലമാക്കണമേ. ഞാൻ ദൈവത്തെ കാണാനുമാണ് വരുന്നത്. പാസ്റ്റർ ശ്രീജുവിനെ കാണാനല്ല, ഷിജുവിനെ കാണാനല്ല. രണ്ടുപേരെ കണ്ടിട്ട് ഒരു 5 പൈസയുടെ പ്രയോജനവും ഇല്ല. ഹല്ലേലൂയ. അവരെ വീട്ടിൽ പോയ ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ ചിലപ്പോൾ വിത്തോട്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതിൽ കൂടുതൽ ഒരു നന്മയുമില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധി വന്നാൽ നിന്റെ സ്ഥിതി മാറും, നിന്റെ സ്ഥിതി മാറും, നിന്റെ സ്ഥിതി മാറും. നിന്റെ സ്ഥിതി മാറ്റാനാണ് ഇത്രയും ചെലവാക്കി ഇതിനകത്ത് ഇത് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. സ്ഥിതി മാറാനല്ല എങ്കിൽ നീ എന്തിനാ വരുന്നത്? നീ എന്തിനാ സമയം കളയുന്നത്? നീ എന്തിനാ ഇന്ന് വന്നിരിക്കുന്നത് ഇവിടെ? നിന്റെ സ്ഥിതി മാറാനാണെങ്കിൽ ഇവിടെ ഇരിക്കാവൂ, അല്ലെങ്കിൽ ഓടി രക്ഷപ്പെട്ട് നല്ല സൂര്യ തിയേറ്ററിനകത്ത് വന്നിരിക്കണം. നിനക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥലം ബാറും സൂര്യ തിയേറ്ററുമാണ്. അല്ലാത്തവർക്ക് ഹല്ലേലൂയ, അവിടെ ഇരുന്ന കുറച്ച് കോമഡിയെ കണ്ട് ചിരിച്ചിട്ട് പോവാ. പക്ഷേ ഇവിടെ ഇരിക്കുമ്പോൾ നിന്റെ അകത്തെ മനുഷ്യൻ മാറ്റം ഉണ്ടാകും. നിനക്ക് ചില ചിറകൾ വെച്ച് പിടിപ്പിക്കും. എന്തിനാ? ദൈവശബ്ദം കേട്ട് നിത്യതയിലേക്ക് പറക്കാൻ. നിന്നെ രൂപാന്തരം ഉണ്ടാക്കി, നിനക്ക് മനുഷ്യ കോലമുണ്ടാക്കി, നിന്നെ ഒരു മനുഷ്യനാക്കി, നിന്റെ മൃഗ സ്വഭാവങ്ങളെ മാറ്റി നിന്നെ ഒരു മനുഷ്യനാക്കാനാ ദൈവം ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുക. അല്ലാതെ കോടിക്കണക്കിന് രൂപ അടിച്ച് കള്ളനോട്ട് കൊണ്ടുവന്ന് കൈ തരാനല്ല. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ ആത്മാവിനെ രക്ഷയുടെ അനുഭവത്തിലെത്തിക്കാൻ, പ്രൈസ്. മാത്രമല്ല നിന്റെ പ്രാണനെ രക്ഷിക്കാൻ, നിന്റെ പ്രാണൻ അന്ധകാരത്തിൽ പോകാതിരുപ്പാൻ, ഇരുട്ടിൽ കിടന്ന് നിലവിളിക്കാതിരുപ്പാൻ. ഹല്ലേലൂയ. അതിനാ ദൈവം നിന്നെ ഇതിനകത്ത് കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത്. അതിനൊരു വഴിയേ ഉള്ളൂ. ആ ജീവനുള്ള ദൈവത്തെ നീ മഹാഭക്തനായി ഭക്തിയോടെ ദൈവത്തെ വായി തുറന്ന് ദൈവത്തെ സ്തുതിക്കുന്നവനായിരിക്കണം. ഞാനെന്ന ഭാവം, ഞാനെന്ന നിഗളം അഹങ്കാരികളോടും നിഗളികളോടും ദൈവം മറുതലിച്ചിരിക്കുകയാണ്. അവിശ്വാസമുള്ള ഹൃദയം ദുഷ്ട ഹൃദയമാണ്. വിടുതലില്ലാത്തതിന് കാരണം അവിശ്വാസമുള്ള ഹൃദയം. വചനം പറയും ദുഷ്ട ഹൃദയം. ഒരു മനുഷ്യൻ ഇവിടെ വന്നിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് വചനം കേട്ടിട്ട് ഒരു വിശ്വാസം വരുന്നില്ലെങ്കിൽ അവന്റെ അവിശ്വാസം നിമിത്തം അവനെ വിളിക്കുന്ന പേരാണ് ദുഷ്ട ഹൃദയമുള്ളവൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ വിശ്വാസമുള്ളവനാണ് നീയെങ്കിൽ ദൈവത്തിന്റെ മഹത്വം നീ കാണാനിടയാകും. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് നിന്ന് ഒരു ഫെയ്ത്തിന്റെ ഗ്രൂപ്പ് എഴുന്നേക്കട്ടെ. വിശ്വാസത്തിന്റെ കൂട്ടം, വിശ്വസിക്കുന്ന ഒരു കൂട്ടം ജനം ഇന്ന് പകൽ ഇതിനകത്ത് നിന്ന് എഴുന്നേക്കട്ടെ. ഇതിനകത്ത് നിന്ന് എഴുന്നേക്കേണ്ടത് അവിശ്വാസമുള്ള ജനമല്ല, വിശ്വസിക്കുന്ന ഒരു കൂട്ടം ജനം ഇന്ന് പകൽ ഇതിനകത്ത് നിന്ന് എഴുന്നേക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാ ദൈവത്തിന്റെ വചനം പറയുന്നത്. നമ്മൾ KFM ഗ്ലോബൽ വർഷിപ്പ് സെന്ററിനകത്ത് വരുന്ന വ്യക്തികളുടെ വിശ്വാസം 25-50 വർഷം പെന്തക്കോസ്തിനകത്തും CSIക്കകത്തും ഇരുന്ന വിശ്വാസമായിരിക്കരുത്. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം വേറെയാണ്. നമ്മൾ കാണുന്നത് പറയുന്നവരല്ല, കേൾക്കുന്നത് പറയുന്നവരല്ല, നമ്മൾ പറയുന്ന ഊഹാപോഹങ്ങളല്ല, നമ്മൾ ഉദാഹരണങ്ങൾ എക്സാമ്പിളുകളുമല്ല പറയുന്നത്. നമ്മൾ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. ആ പറയുന്നത് എന്താണെന്നറിയാമോ? കണ്ടത്, കേട്ടത്, രുചിച്ചത്, തൊട്ടതിനെ നമ്മൾ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം നീ കാണും. ഹല്ലേലൂയ. അപ്പൊ 2 കൂട്ടരുണ്ട് വിശ്വാസികൾ. ഒന്ന് കാണുന്നത് അതുപോലെ അങ്ങ് പറയും. ഹല്ലേലൂയ. ഇപ്പൊ കടഭാരത്തിലാണ്, ബുദ്ധിമുട്ടാണ്. പ്രൈസ് ദി ലോർഡ്. വാടക കൊടുക്കാനുണ്ട്, പിള്ളേർക്ക് ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് നാളായി, അല്ലെങ്കിൽ ബിസിനസ് ഇല്ല, രോഗമാണ്, ക്യാൻസറാണ്, മുഴയാണ്, യൂട്രസിനകത്ത് ഫൈബ്രോയിഡാണ്,
പ്രൈസ് പിന്നെ ഡയബറ്റീസ് ആണ്, എല്ലാം സത്യമാണ്. ഹല്ലേലൂയ. എല്ലാം സത്യമാണ്. നമ്മളെ വായി തുറന്ന് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതനുസരിച്ച് അത് അവിടെ തന്നെ ഇരിക്കും, അവിടെ നിന്ന് മാറത്തില്ല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. നമ്മൾ ഈ സത്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഇത് സത്യമാണോ? സത്യമാണ്. പക്ഷേ നമ്മളെ ബൈബിളിൻ്റെ അടിസ്ഥാനം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഈ കാണുന്നതും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും അല്ല കർത്താവിൽ വിശ്വസിക്കുന്നവൻ പറയേണ്ടത്. ഹല്ലേലൂയ. യേശുക്രിസ്തു നേരെ യായിറോസിന്റെ വീട്ടിലോട്ട് പോകുന്നു. യായിറോസിന്റെ വീട്ടിലോട്ട് പോയപ്പോൾ അതിനകത്ത് യായിറോസിന്റെ മകൾ മരിച്ചു കിടക്കുകയാണ്. ഹല്ലേലൂയ. പോകുന്ന വഴിയിൽ തന്നെ യായിറോസിനോട് യേശുവിനോടും വന്ന ഒരാൾ പറയുകയാണ്, നിന്റെ മകൾ മരിച്ചുപോയി. പക്ഷെ യേശു പറഞ്ഞു, ഭയപ്പെടണ്ട. കർത്താവ് ചെന്ന് അകത്ത് കയറിയിട്ട് പറഞ്ഞത് മരിച്ചെന്നല്ല, യേശു പറഞ്ഞത് അവൾ ഉറങ്ങുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അത് തെറ്റാണോ ശരിയാണോ? കർത്താവിന് എല്ലാം കാണാനുള്ള കഴിവുണ്ട്. ഹല്ലേലൂയ. ഈ പെൺകുട്ടിയുടെ ആത്മാവ് അബ്രഹാമിന്റെ മടിയിൽ ചെന്ന് ശരീരം വിട്ട് അവിടെ കിടന്നുറങ്ങുക. ഹല്ലേലൂയ. സ്വസ്ഥതയ്ക്കകത്ത്. അതാ യേശു പറഞ്ഞത്, അവളെ ഞാൻ കാണുന്നു, അവൾ ഉറങ്ങുകയാണ് സ്വസ്ഥമായിട്ട്. ഇപ്പോൾ ഞാൻ അവളെ വിളിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് അവൾ മരിച്ചെന്നാ, പക്ഷെ ഞാൻ പറയുന്നു അവൾ ഉറങ്ങുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അവൾ തിരിച്ചു വരട്ടെ. ഇതാ ഒരു വിശ്വാസിയുടെ പ്രത്യേകത. നിന്റെ ലൈഫിലെ ചില വിഷയങ്ങൾ ഇന്നത്തെ വിഷയമാണ് നീ കണ്ടു പറയുന്നത്, പക്ഷെ വിശ്വാസ വീരന്മാര് പറയുന്ന ഒരു കാര്യമുണ്ട്. അതാണ് എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തിനകത്ത് അവിടെ പറയുന്ന ഒരു പട്ടികയുണ്ട്. അവിടെ പറയുന്നത് അവരുടെ പേരുകൾ വിശ്വാസ വീരന്മാർ. ഹല്ലേലൂയ. സ്തോത്രം. അവര് പറയുന്നത് ഇപ്പോഴുള്ള കാര്യമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ യോശുവയും കാലേബിനെയും അടക്കം 12 പേരെ മോശ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ കനാൻ ദേശം ചെന്ന് ഒറ്റ നോക്കുക, അവിടെ ചെന്ന് കാണുക, ആ ദേശം എങ്ങനെയുണ്ട്, നമ്മൾ പ്രാപിക്കാൻ പോവുകയാണ്, പിടിക്കാൻ പോവുകയാണ്. 12 പേര് അവിടെ പോയി. 12 പേര് അവിടെ പോയിട്ട് അവരെല്ലാ സ്ഥലവും കണ്ടിട്ട് മടങ്ങി വന്നപ്പോൾ സകല സഭയും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് പോയവരുടെ അഭിപ്രായം കേൾക്കാൻ. അവരെല്ലാം വലിയ അഭിഷിക്തന്മാരാ, വലിയ വെളിപ്പാടുള്ളവരാ, വിശ്വാസ വീരന്മാരാ. ഇവരൊക്കെ യോർദാനെ വഴിമാറ്റി, ചെങ്കടലിനെ വഴിമാറ്റി അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കണ്ടവരാ, ആ മഹത്വം കണ്ടവരാ, മഹിമ കണ്ടവരാ. പക്ഷേ ഒരു പ്രശ്നം, ഇതൊക്കെ കണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. മഹിമ കണ്ട സാക്ഷികളായിരിക്കാം, ഫാസ്റ്റിംഗ് എടുക്കുന്നവരായിരിക്കാം, പ്രാർത്ഥിക്കുന്നവനായിരിക്കാം, ബൈബിൾ കൊണ്ട് നടക്കുന്നവനായിരിക്കാം, കൈയടിക്കുന്നവനായിരിക്കാം. പക്ഷെ ഒരു വിഷയം, ജീവനും മരണവും നിന്റെ നാവിലിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ പറയുന്നത് നിന്റെ ജീവിതത്തിൽ നടക്കും. നീ നെഗറ്റീവ് പറഞ്ഞാൽ അത് തന്നെ നിന്റെ ജീവിതത്തിൽ നടക്കും. ഹല്ലേലൂയ. നീ പറയേണ്ടത്, നിന്നെ ദൈവം വിളിച്ചത് കാണുന്നത് പറയുന്നതുകൊണ്ട് നടക്കാനല്ല, സത്യം പറഞ്ഞതുകൊണ്ട് നടക്കാനല്ല. അതിന് പകരം ദൈവത്തിന്റെ ഹൃദയമുള്ളവനായി ദൈവം കാണുന്നത് പോലെ കണ്ട് നീ പറയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കാതിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവര് വന്ന് 10 പേര് വന്ന് പറഞ്ഞു, ഞങ്ങൾ വലിയ മുന്തിരിക്കൊല കണ്ടു, പാലും തേനും ഒഴുകുന്ന ദേശം കണ്ടു, സൂപ്പറാണ് സ്ഥലം, പക്ഷേ അവിടെ മല്ലന്മാരുണ്ട്. ഹല്ലേലൂയ. മല്ലന്മാരുള്ളത് കൊണ്ട് നമ്മൾ അവിടെ, ഈ മോശ നമ്മളെ അവിടെ കൊണ്ടുപോകുന്ന കൊല്ലാനാ. എന്ത് നോക്കണം, ഇത്രയും വർഷം 10-40 വർഷം ഇതിനകത്ത് മോശയ്ക്ക് വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവരെയൊക്കെ പിടിച്ചുകൊണ്ട്. വലിയൊരു അബദ്ധം. അതാണ് മോശ നേരത്തെ ദൈവത്തിനോട് പറഞ്ഞു, എന്നെ വിടല്ലേ, എനിക്ക് പറ്റത്തില്ല, ഈ ജനത്തെ കൊണ്ട് പോകാൻ നടക്കാൻ. ഇത് ഒരു നന്ദിയില്ലാത്ത ജനമാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ കല്ലെറിയാൻ വേണ്ടി എടുക്കുന്ന ജനമാണ്. എന്നെ ഈ ശുശ്രൂഷയ്ക്ക് കൊള്ളത്തില്ല, എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ടും കർത്താവ് തിരഞ്ഞെടുത്ത് നിർത്തിയത് കൊണ്ട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, മോശയ്ക്ക് ഇതിൽ നിന്ന് പിന്മാറാൻ വയ്യ. കാരണം ഈ ജനം എത്രയോ പ്രാവശ്യം കല്ലെടുത്തു എറിയാൻ, പക്ഷെ അവിടെ എല്ലാം ദൈവം ഇറങ്ങി വന്ന് അതിനെയൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ വീണ്ടും ജനം പറയുകയാണ്, എല്ലാ സഭ മുഴുവൻ ഒരുമിച്ച് കൂടി ഈ 10 പേരും കൂടെ എഴുന്നേറ്റെന്ന് പറയുകയാണ്, നമ്മളിവിടം വരെ കൊണ്ടുവന്നത് ഇത്രയും കഷ്ടമൊക്കെ അനുഭവിച്ച് ജീവിച്ച വെറുതെയാണ്, ആ നാട് ഭരിക്കുന്ന മല്ലന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അവിടെ ഇവനെ എറിഞ്ഞു കൊല്ലണമെന്ന് പറഞ്ഞു. എല്ലാവരും കൂടെ ചാടി എഴുന്നേറ്റ് മോശ എറിഞ്ഞു കൊല്ലാൻ.
പ്രൈസ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കൊല്ലാൻ വേണ്ടി കൊന്നു. പക്ഷേ 2 പേര് എഴുന്നേറ്റു. യോശുവയും കാലേബും എഴുന്നേറ്റ് പറഞ്ഞു, സർവ്വസഭയോടും പറഞ്ഞു, ഹല്ലേലൂയ, അവിടെ മല്ലന്മാരുണ്ടെന്നത് സത്യം, ഹല്ലേലൂയ. പക്ഷെ അതിനേക്കാൾ വലിയൊരു സത്യമുണ്ട്, അവരെക്കാൾ വലിയവനായ ദൈവം നമ്മളെ കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ ഇന്ന് കാണുന്ന വിഷയത്തെ നീ വലുതായി കാണരുത്. നിന്റെ മുമ്പിലുള്ള പ്രശ്നങ്ങളെ, വിഷയങ്ങളെ നീ വലുതായി പറഞ്ഞുകൊണ്ട് നടക്കുന്നതിന് പകരം നിന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയെ കുറിച്ച് നീ അറിയുന്ന ദൈവത്തെ നീ വലിയവനായി വിളിച്ചു പറഞ്ഞാൽ, നിന്നാൽ ഞാൻ ഈ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, ഞാൻ നിന്നാൽ ഈ മതിൽ ചാടി കടക്കും. ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞു, ഗോലിയാത്തെ നിന്നെയല്ല ഞാൻ കാണുന്നത്, എന്റെ കൂടെയുള്ളവൻ നിന്റെ കൂടെയുള്ളവനേക്കാൾ വലിയവനാണ്. ഇതാണ് വിശ്വാസത്തിന്റെ കൂട്ടം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവർ പറഞ്ഞ കാലേബിനെ കുറിച്ച് ദൈവം പറഞ്ഞത്, ഇവൻ വേറൊരു ആത്മാവുള്ളവനാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം 40-ാമത്തെ വയസ്സിൽ കാലേബ് പറഞ്ഞു, ഈ ദേശം ഞങ്ങൾ പിടിച്ചടക്കും. ഹല്ലേലൂയ. അന്ന് കല്ലെറിയാൻ എഴുന്നേറ്റവനും സകല പിറുപിറുത്തവന്മാരെല്ലാം 20,000 പേരങ്ങ് മരിച്ചു. ദൈവം ഇറങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞ, ഈ ദുഷ്ട സാത്താൻ പഠിച്ചവന്മാരെയും കൊണ്ട് അവിടെ പോകാൻ വേറെ ജോലിയിൽ എല്ലാവരും തട്ടിപ്പോയതിന് ശേഷം 2 പേരെയും കൊണ്ട് അങ്ങ് കയറി. ഹല്ലേലൂയ. വിശ്വാസം പറഞ്ഞവനെ പ്രാപിക്കൂ. എത്ര വർഷം നീ ദൈവസഭയ്ക്കകത്ത് വന്നിരുന്നാലും ഇന്ന് ഞാൻ നിനക്കൊരു ഉറപ്പ് തരാം, നീ പറയുന്ന വാക്കാണ് നിന്റെ ലൈഫ് തീരുമാനിക്കുന്നത്. നീ പറയുന്നത് കൊണ്ട് നീ എന്താണ് പറയുന്നത്, നീ എന്താ വിശ്വസിക്കുന്നത്, അത് നിന്റെ ലൈഫിൽ വെളിപ്പെടും. നീ പറയുന്ന നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. നീ വിളിച്ചു പറയുന്ന നിന്റെ ലൈഫിൽ വെളിപ്പെടും. ആ കാലേബ് പറഞ്ഞു, ഞാൻ ഈ ദേശം പിടിക്കും, ഞാൻ ഈ പട്ടണം പിടിക്കും, ഞാൻ ഈ രാജ്യം പിടിക്കും, ഞാൻ ആ സ്ഥലത്ത് ചെന്ന് അവകാശം പ്രാപിക്കും, ഞാൻ പാലും തേനും ഒഴുകുന്ന ദേശം ഞാൻ പ്രാപിക്കും. ഹല്ലേലൂയ. സ്തോത്രം. വിശ്വാസത്തിന്റെ വീരന്മാർ, വിശ്വാസ വീരന്മാർ. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ടാണ് ദാനിയേൽ പറഞ്ഞത്, ഞാൻ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കും. സിംഹത്തിന്റെ വായ ഞാൻ അടയ്ക്കും. ഹല്ലേലൂയ. സിംഹം എന്റെ മുമ്പിൽ അലറി വന്നാലും അതിന്റെ വായ അടയ്ക്കാൻ വിശ്വാസം എനിക്കുണ്ട്. എന്റെ കൂടെ ദൈവമുള്ളത് കൊണ്ട് ഞാൻ രാജ്യങ്ങളെ പിടിച്ചടക്കും. അവര് പറഞ്ഞത് വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ പിടിച്ചടക്കിയെന്ന. നമ്മൾ പലപ്പോഴും വിശ്വാസത്താൽ അപ്പുറത്തവന്റെ വീട്ടില് കോഴിയെ എറിഞ്ഞു കൊന്നു, വിശ്വാസത്താൽ അത് ചത്തു. പ്രൈസ് ദി ലോർഡ്. അപ്പുറത്തെ കോഴി നമ്മളെ പേരെടുത്തൽ വിശ്വാസം ഞാൻ എടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്താൽ രാത്രി എന്ന് കണ്ടവന്റെ ആ സർവൈക്കല്ല് പിഴുതെടുക്കുന്നു. വിശ്വാസത്താൽ പലതും മോഷണം നടത്തുന്നു. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്താൽ അപ്പനും അമ്മയ്ക്കും വരുന്ന പെൻഷൻ നമ്മൾ വാങ്ങിച്ചെടുക്കുന്നു, അവരെ പട്ടണി കിടന്നു. നമ്മളിതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വിശ്വാസത്താൽ രാജ്യങ്ങളെ പിടിച്ചടക്കുന്നവരുണ്ട്. ആ വീരന്മാരുടെ അനുഭവമാണ് നിന്റെ കയ്യിലിരിക്കുന്ന ബൈബിൾ. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് പലതുമാണ്. നമ്മൾ വിശ്വാസത്താൽ കള്ളവും കപടവും വഞ്ചനയും ചതിയും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവര് വിശ്വാസ വീരന്മാർ രാജ്യങ്ങളെ പിടിച്ചടക്കി, പട്ടണങ്ങളെ പിടിച്ചടക്കി, കൊട്ടാരങ്ങളെ പിടിച്ചടക്കി. ഹല്ലേലൂയ. സ്തോത്രം. പാലും തേനും ഒഴുകുന്ന രാജ്യങ്ങളെ പിടിച്ചടക്കി. ഇന്ന് പകൽ അങ്ങനെയുള്ള ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ആ വിശ്വാസമുള്ള ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഇന്ന് നീ ആയിരിക്കുന്നത് പോലെയാണ് എന്നും ജീവിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതോ വിശ്വാസത്താൽ നിന്റെ ജീവിതകാലത്ത് ആരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാൻ, പട്ടണങ്ങളെ, രാജ്യങ്ങളെ പിടിച്ചടക്കാൻ? ഹല്ലേലൂയ. എന്ത് ഭയങ്കരമാണ്. നമ്മളെപ്പോലെയുള്ള ആൾക്കാരല്ലേ അത്. മോശ നമ്മളെപ്പോലൊരു മനുഷ്യൻ, ദാനിയേൽ നമ്മളെപ്പോലൊരു മനുഷ്യൻ. ഹല്ലേലൂയ. അവരാരും അമാനുഷികരല്ല, നമ്മളെപ്പോലെയുള്ള സാധാ മനുഷ്യരാണ്. പക്ഷെ അവര് ചെയ്ത അത്ഭുതങ്ങൾ ഭയങ്കരം. എന്താ? വിശ്വാസ വീരന്മാരായിരുന്നവര്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പകൽ ഇതിനകത്ത് നിന്ന് ചില വിശ്വാസ വീരന്മാർ എഴുന്നേക്കണം. നിങ്ങൾ വിളിച്ചു പറയണം. നിങ്ങളുടെ സിറ്റുവേഷൻ നോക്കരുത്, നിങ്ങളുടെ വിദ്യാഭ്യാസം നോക്കരുത്, നിങ്ങളുടെ പഠിത്തം നോക്കരുത്, നിങ്ങളുടെ കുലമഹിമ നോക്കരുത്, നിങ്ങളുടെ പാരമ്പര്യം നോക്കരുത്, ഇപ്പോഴത്തെ നിങ്ങളുടെ കടഭാരം, പ്രശ്നങ്ങൾ, വിഷയങ്ങൾ നിങ്ങൾ നോക്കരുത്. അതിന് പകരം നിങ്ങൾ അതിന്റെ മുകളിൽ കയറി നിന്നിട്ട് പറയണം, ഹല്ലേലൂയ. ചെങ്കടലിന്റെ മുകളിലൂടെ, അല്ലെങ്കിൽ യേശുക്രിസ്തു പുതിയ നിയമത്തില് കടലിന് മുകളിലൂടെ നടന്നതുപോലെ ഇന്ന് പകൽ നിന്റെ പ്രശ്നങ്ങളുടെ മുകളിലൂടെ നീ നടന്നുകൊണ്ട് പത്രോസിനെ പോലെ ഞാനും നിന്നെ പോലെ ഇതിന്റെ മുകളിലൂടെ നടക്കാൻ പോവുകയാണ്. വിശ്വാസ വീരന്മാരായി ചിലതിനെ വിളിച്ചു പറയാൻ നീ തയ്യാറാകണം.
ഈ രോഗം എന്നെ തൊടുകയില്ല, ഈ കടഭാരം എന്നെ തൊടുകയില്ല, ഈ ശാപം എന്നെ തൊടുകയില്ല, ഈ ഭാവം എന്നെ തൊടുകയില്ല, ഈ മരണം എന്നെ തൊടുകയില്ല. ഞാൻ അനുഗ്രഹിക്കപ്പെടും. ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും. വിളിച്ചു പറഞ്ഞാട്ടെ, ഞാൻ ഉയർച്ച പ്രാപിക്കും. ഞാൻ അനുഗ്രഹിക്കപ്പെടും. ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും. ഞാൻ നന്മ പ്രാപിക്കും. ഞാൻ രാജ്യങ്ങളെ പിടിച്ചടക്കും. ഞാൻ പട്ടണങ്ങളെ പിടിച്ചടക്കും. ഞാൻ സൗഖ്യം പ്രാപിക്കും. ഹല്ലേലൂയ. വിശ്വാസ വീരന്മാരായി നമ്മൾ മാറണം. ഹല്ലേലൂയ, സ്തോത്രം. കാരണം ദൈവം നിന്റെ കൂടെ ഉണ്ട്. ആ ദൈവം പൂർവ്വകാലങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത അതേ, ആ അത്ഭുതം ചെയ്ത അതേ ദൈവം ഇന്ന് പകൽ നിന്റെ കൂടെ ഉണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ആ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ആ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ രാജ്യങ്ങളെ പിടിച്ചടക്കാൻ പോകുന്നു. ഞാൻ വായി തുറന്ന് പറയുന്നത് നെഗറ്റീവ് അല്ല. ഞാൻ കാണുന്നത് ഞാൻ പറയത്തില്ല. ഒരു വിശ്വാസി പറയേണ്ടത് ഇല്ല എന്നല്ല, എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ആൾക്കാരെയൊക്കെ കണ്ട് എനിക്ക് അവിടെ ഇല്ല, അതില്ല, ഇതില്ലെന്നല്ല. ദൈവം അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവം എന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ സ്ഥലം വാങ്ങിക്കാൻ പോകുന്നു. ഈ സ്ഥലം നമ്മളൊക്കെ പലപ്പോഴും പറയുമ്പോൾ, പല കാര്യങ്ങളും പറയുമ്പോൾ കൂടെയുള്ളവരൊക്കെ ഞെട്ടി അന്തംവിട്ട് ഇരിക്കുകയാണ്. കഴിഞ്ഞ ഇവിടെയുള്ള പാഷന്മാർ, പല ഗസ്റ്റ് പാസ്റ്റേഴ്സ് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് 50 സെന്റ് സ്ഥലം കിട്ടും, നിങ്ങൾക്ക് 1 ഏക്കർ സ്ഥലം കിട്ടും എന്നൊക്കെ പ്രവചനം വലിയ കാര്യത്തിൽ. അവർക്ക് അത് 1 ഏക്കർ വലിയ കാര്യമായിരിക്കും, 50 സെന്റ് വലിയ കാര്യമായിരിക്കും. നമ്മളിവിടെ 30 ഏക്കർ സ്ഥലം അവിടെ നോക്കിയിട്ടിട്ടാണ് നമ്മൾ നടക്കുന്നത്. അവരെ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇവരെയും കൊണ്ട് നമ്മൾ അവിടെ ചെന്ന് ഈ മല കാണിച്ചു കൊടുക്കുമ്പോൾ അവരുടെ കണ്ണ് 2 ബൾബ് പോലെ വെളിയിലോട്ട് ഇങ്ങനെ തള്ളി. ഹല്ലേലൂയ. കാരണം അവർക്കത് വിശ്വസിക്കാൻ 2 കൊച്ചു പയ്യന്മാർ ഇവരുടെ വിശ്വാസം കണ്ടു. 30 ഏക്കർ സ്ഥലം അവർ വിശ്വാസത്താൽ കൈനീട്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. 1 ഏക്കർ സ്ഥലത്തിന്റെ പ്രവചനം പറഞ്ഞ പ്രവാചകന്റെ അടപ്പ് തെറിച്ചു പോകും. ഹല്ലേലൂയ. ഇന്ന് പകല വിശ്വാസ വീരന്മാർക്ക് മലകളെ അവകാശമായി തരും. യോശുവ കാലേബ് പറഞ്ഞു 40 വയസ്സിൽ, ഹല്ലേലൂയ, ഞാൻ ദൈവം എന്റെ കൂടെ ഉണ്ട്, ഞാൻ ഈ രാജ്യം പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞെങ്കിൽ 85-ാമത്തെ വയസ്സായപ്പോഴും കാലേബിന് വിശ്വാസം കുറഞ്ഞില്ല. 85-ാമത്തെ വയസ്സിൽ നിന്നുകൊണ്ട് കാലേബ് പറയുകയാണ്, ഞാൻ ഹെബ്രോൻ പിടിച്ചെടുക്കും. ഞാൻ മതിയാക്കിയിട്ടില്ല. എന്റെ കൂടെ ദൈവം ഇന്നുമുണ്ട്. എന്റെ വീര്യം നശിച്ചിട്ടില്ല. എന്റെ വിശ്വാസം നശിച്ചിട്ടില്ല. അന്നും ഇന്നും എന്റെ വിശ്വാസം നാൾക്ക് നാൾ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഒരു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവഭക്തന്മാരുടെ വിശ്വാസം നാള് ചെല്ലുന്തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കണം. അവരുടെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കണം. അവരുടെ പ്രാർത്ഥന വർദ്ധിച്ചുകൊണ്ടിരിക്കണം. അവരുടെ ആത്മീക കരുത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. അതിനാണ് ദൈവം നിന്നെ വിളിച്ചത്. നീ കുറഞ്ഞു പോകാനല്ല, നീ വർദ്ധിച്ച് പെരുകാൻ എന്റെ ദൈവം നിന്നെ വിളിച്ചിരിക്കുക. ഹല്ലേലൂയ. ഓരോ നാളും നമ്മുടെ വിശ്വാസം, അടുത്തൊരു കാര്യം കൊടുത്ത് പറഞ്ഞാൽ വിശ്വാസം വർദ്ധിക്കട്ടെ, സ്നേഹം വർദ്ധിക്കട്ടെ, ആരാധന വർദ്ധിക്കട്ടെ, പ്രാർത്ഥന വർദ്ധിക്കട്ടെ, ധൈര്യം വർദ്ധിക്കട്ടെ, ഉറപ്പ് വർദ്ധിക്കട്ടെ. ഇത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. അതിന് പകരം ഇവിടെ വന്ന് ഉറങ്ങി തൂങ്ങിക്കൊണ്ടിരിക്കരുത്. ഹല്ലേലൂയ. കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. പ്രൈസ്. ശക്തമായി കരങ്ങളെ ചേർത്തടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വാ തുറന്നിരിക്കാടാ. പ്രൈസ്. ഇങ്ങോട്ട് നോക്ക, എന്നെ നോക്ക കേട്ടാ. പ്രൈസ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കരങ്ങളെ ചേർത്തടിച്ച് ശക്തിയോടെ, ഹല്ലേലൂയ, ശക്തമായി നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം, ആരാധന വർദ്ധിക്കണം, ആത്മാവിന്റെ ശക്തി വർദ്ധിക്കണം, നിന്റെ അകത്ത് ദൈവത്തിന്റെ തീ അങ്ങോട്ട് വർദ്ധിക്കണം. ഹല്ലേലൂയ. ഇത് അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ വ്യർത്ഥ പാരമ്പര്യങ്ങളെ അനുസരിച്ച് നിർജീവമായ പ്രവർത്തികൾ ചെയ്ത് മരിക്കാനല്ല നിന്നെ ദൈവം വിളിച്ചത്. നീ ഒരു ചരിത്രമാകാൻ, നീ ഒരു ചരിത്രമായി മാറണം. നീ ഒരു അത്ഭുതമായി, നീ ഒരു അത്ഭുതമായി, നീ ഒരു അത്ഭുതമായി, നീ ഒരു അത്ഭുതമായി മാറുവാൻ. ഹല്ലേലൂയ ജീസസ്. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാം ഒരു നാളിൽ നമ്മളെല്ലാം ഫോട്ടോയായി മാറും. നമ്മള് ഒരു ഫോട്ടോ, പ്രൈസ് ദി ലോർഡ്, സ്വിത്തിയിൽ ചാരി നമ്മൾ ഇരിക്കും. ഒരു നാള് ഒരാണിയിൽ തൂങ്ങി നിൽക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇല്ലാത്ത ചിരഞ്ജീവികൾ വല്ലതും ഉണ്ടോ ഇവിടെ? പ്രൈസ് ദി ലോർഡ്.
പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ, തലമുറകൾ, നമ്മുടെ കൊച്ചുമക്കൾ അവരൊക്കെ വന്നിട്ട് ഇതോ ഇരിക്കുന്ന ഒരാള്, ഇയാളെ ആ ഫോട്ടോ എടുത്ത് ദൂരെ കളയാൻ പറയുക പിള്ളേര്. 5 വയസ്സിലെ പ്രയോജനം ഒരാ ചിരിച്ചുകൊണ്ടിരിക്കുക. ഇതിന് എന്തിനാ വെച്ചിരിക്കുന്നത്? പ്രയോജനമില്ലാത്ത എന്ന് പറയാൻ ഇടവരുത്തരുത്. പ്രൈസ് ദി ലോർഡ്. അവർ പറയണം ഭീകരനാണ്, ഭീകരൻ. മനസ്സിലായോ? മനസ്സിലായോ ബ്രദറെ? ഞാൻ ഇത് പറയുന്ന പരമാർത്ഥ ഹൃദയത്തോടെ നിങ്ങൾ പറഞ്ഞ്, ഞാനിത് എന്നാണ് ഞാൻ പ്രാർത്ഥിക്കാതിരുന്നപ്പോഴും ഞാൻ ഓർത്തു. നമ്മളെല്ലാം ഫോട്ടോയായി ഭിത്തിയിലിരിക്കും. നമ്മുടെ പിള്ളേരും നമ്മളെ മക്കളും നമ്മളെ ചെറുമക്കളൊക്കെ വന്ന അവർ പറയും ആള് ഭീകരനായിരുന്നു, പ്രാർത്ഥന വീരനായിരുന്നു, ഒന്നുമില്ലാത്ത സീറോയിൽ നിന്നും ഇന്ന് ഞാൻ നിൽക്കുന്നതെല്ലാം ഉണ്ടാക്കി തന്നത്. ഓ പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ മരണം ഒരു നഷ്ടമായി മാറണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ മരിച്ചത് ഒരു നഷ്ടമായി അവർക്ക് തോന്നണം. പ്രൈസ് ദി ലോർഡ്. ഇദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇനിയും ചിലതൊക്കെ ഉണ്ടാക്കിയേനെ, ഇനിയും ചിലതൊക്കെ പ്രാപിക്കാൻ പറ്റുമായിരുന്നു. വയസ്സായ അപ്പച്ചൻ്റെ അടുക്കൽ വന്ന അക്സ എന്ന് പറയുന്ന സ്ത്രീ നിൽക്കുകയാണ്. അപ്പ എനിക്ക് ഇനിയും വേണം. 85 വയസ്സായാലും ഇപ്പോഴത്തെ കാലത്തോ മക്കളെ ഇങ്ങോട്ട് വാങ്ങിച്ച് നമ്മൾ തിന്നും. 85 വയസ്സായ ഇന്ന് പല അപ്പന്മാരും മക്കളുടെ ഒക്കെ ഒരു ഭാരമാണ്. എന്നാൽ ചില അപ്പന്മാർ മക്കൾക്കൊരു ബ്ലെസ്സിങ് ആണ്. പ്രൈസ് ദി ലോർഡ്. പല അപ്പന്മാരും മരിച്ചു കാണാൻ മക്കൾ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുമ്പോൾ ചില അപ്പന്മാരെ മക്കൾ പറയും ഒരിക്കലും മരിക്കരുതേ, ദീർഘായുസ് കൊടുക്കണമേ എന്ന് പറയാൻ ഇടയായെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു അപ്പൻ, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു അപ്പൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന യൗവനക്കാരാണെങ്കിലും എൻ്റെ മകൻ പ്രാർത്ഥിക്കുന്നവൻ, എൻ്റെ മകൾ പ്രാർത്ഥിക്കുന്നവൾ, അവൾ പഠിക്കാൻ വേണ്ടി മാത്രമല്ല, അവൾ ഒരു ദൈവ ഭയമുള്ളവളാണ്. അപ്പനും അമ്മയും മക്കളെ കുറിച്ച് പറയണം, എൻ്റെ തലമുറ എനിക്കൊരു അനുഗ്രഹമാണ്, അല്ലാതെ തലമുറ ഒരു ശാപമാണെന്ന് പറയാൻ ഇടവരരുത്. ഹല്ലേലൂയ. അല്ലേ? നമ്മളല്ലാതെ എന്തിനാ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഞാൻ പറയുക, അപ്പനും അമ്മയും ഇത്രയോ കോടിക്കണക്കിന് അപ്പനും അമ്മയും കരഞ്ഞ് നിലവിളിച്ച് കഞ്ചാവ് ഓടിച്ച് പിന്നെ ഗുണ്ടായിസവും കൊട്ടേഷൻ ടീമിൻ്റെ അംഗങ്ങളായി മാറുന്ന തലമുറകളെ ഓർത്ത് കരഞ്ഞ് നിലവിളിച്ച് ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവമക്കളെ, ഇത് ഈ സഭയ്ക്കകത്ത് വരുന്ന കുഞ്ഞുങ്ങളോട്, ചെറുപ്പക്കാരോട്, യൗവനക്കാരോട് ഞാൻ പറയുകയാണ്, നിങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങളുടെ അപ്പനമ്മമാർ അഭിമാനിക്കണം. അവരെ ബന്ധുക്കളും നാട്ടുകാരോട് പറയണം, എൻ്റെ തലമുറയുണ്ടല്ലോ, അവൻ എല്ലാവരെ പോലെ അല്ല, അവൻ വായി നോക്കിയല്ല. അവൻ കലങ്ങം നാട് നീളെ നടന്ന് പെമ്പിള്ളരെ വായി നോക്കി അവൻ ആരാധിക്കാൻ പോകുന്ന പെമ്പിള്ളരെ നോക്കാനല്ല, അവൻ ആരാധിക്കാൻ പോകുന്ന ദൈവത്തെ കാണാനാണ്. എൻ്റെ തലമുറ എനിക്കൊരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ നിന്റെ തലമുറയെ കുറിച്ച് അങ്ങനെ ഉണ്ടാകണമെങ്കിൽ തലമുറ തിരിഞ്ഞു നോക്കുമ്പോൾ നീ ഇവിടെ ഇരുന്ന് ഉറങ്ങരുത്. നീ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ അപ്പനെ തിരിഞ്ഞു നോക്കുമ്പോൾ അപ്പ ഇരുന്ന് ഉറങ്ങുന്നു ചർച്ചിൽ, പ്രൈസ് ദി ലോർഡ്. അമ്മ ഇരുന്ന് ഉറങ്ങുന്നു, അപ്പൊ മക്കളും ഇരുന്ന് ഉറങ്ങും. ഹല്ലേലൂയ. തിരിഞ്ഞ് നോക്കും. എപ്പോഴും മനസ്സിലാക്കുക, പിള്ളേര് തിരിഞ്ഞു നോക്കും. അപ്പൻ എന്താ ചെയ്യുന്ന? കൈയടിക്കുന്നുണ്ടോ? അപ്പൻ ആരാധിക്കുന്നുണ്ടോ? അപ്പൻ സ്തുതിക്കുന്നുണ്ടോ? അമ്മ എങ്ങനെയാ പ്രതികരിക്കുന്നത്? അപ്പൻ എങ്ങനെയാ പ്രതികരിക്കുന്നത്? അവര് ഇമിറ്റേറ്റ് ചെയ്യുന്നവരാ. പ്രൈസ് ദി ലോർഡ്. അവർക്കൊന്നും അറിയത്തില്ല, അവർ അനുഭവിച്ചില്ല. പക്ഷെ നീ അനുഭവിച്ചവനാ. പ്രൈസ് ദി ലോർഡ്. നീ മിണ്ടാതിരുന്നാൽ നിന്റെ തലമുറയും മിണ്ടാതിരിക്കും. നിന്റെ തലമുറ മിണ്ടാതിരുന്നാൽ നീയും നിന്റെ തലമുറയും ഒരു പരാജയമായി മാറും. നീ ഒരു വലിയ പരാജയമായി മാറാനല്ല ഈ സഭയിൽ വരുന്നത്, നീ ഒരു വലിയ ജയമായി മാറണം. നീ ഒരു നഷ്ടമാണെന്ന് നിന്റെ ഭാര്യയും മക്കളും പറയണം. അയാൾ പോയത് നഷ്ടമായി ഉണ്ടായിരുന്നെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. ഈ മനുഷ്യന്റെ പ്രാർത്ഥനയായി ഇതിന് അടിസ്ഥാനമിട്ടത്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ഇന്ന് തല ഉയർത്തി നിൽക്കുന്ന നിങ്ങളുടെ അപ്പച്ചന്മാരുടെ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് നാളെ ഞങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ തലമുറകൾ പറയുമ്പോഴാണ് ഞാൻ ജീവിച്ചിരുന്നതിന് അർത്ഥമുണ്ടായി മാറുന്നത്. അല്ല എങ്കിൽ എന്റെ മുഷ്ടി യുദ്ധം വെറുതെയാണ്, എന്റെ പ്രസംഗം വെറുതെയാണ്, എന്റെ ശുശ്രൂഷ വെറുതെയാണ്, എന്റെ ആത്മീക ജീവിതം വെറുതെയാകാനല്ല ഇന്ന് പകൽക്കാലം നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നല്ലെങ്കിൽ നാളെ നീ ഫോട്ടോയായി മാറും. പക്ഷേ
നീ ഒരു ജയാളിയായിരുന്നെന്ന് അവർ പറയണം. നിന്റെ മരണ സമയത്ത്, അടക്ക ശുശ്രൂഷ സമയത്ത് എല്ലാരും പറയണം, ഇതൊരു അത്ഭുതമായിരുന്നു, ഈ വ്യക്തിയെ കണ്ടുപിടിക്കാനുണ്ടായിരുന്നു, ഈ വ്യക്തി ഒരു മാതൃകയാ കാണിച്ചു തന്നിട്ടാ പോയത് എന്ന് പറയാൻ. അതാണ് അവസാനം. ആദ്യവും അവസാനവും ആദ്യത്തേതേക്കാൾ ഏറ്റവും ഭയങ്കരമാണ് അവസാനം. ആരംഭം കഷ്ടവും നഷ്ടവും തകർച്ചയും ഇല്ലായ്മയും, പക്ഷേ അവസാനം ശോഭയേറിയ തേജസ്സുറ്റ ഒരു ജീവിതം നയിക്കാൻ. അതാണ് ഈ ആരാധനയുടെ പുറകിലുള്ള ഒരു വലിയ അജണ്ട എന്ന് പറയുന്നത്. നിന്റെ അവസാനം ശോഭയേറിയതാകുവാൻ, തേജസ്സറ്റതായി മാറുവാൻ. പ്രൈസ് ദി ലോർഡ്. അതായിരിക്കണം നിന്റെ ആരാധനയുടെ അജണ്ട. പ്രൈസ് ദി ലോർഡ്. അല്ല എങ്കിൽ എല്ലാം വ്യർത്ഥമാണ്. നമ്മൾ ഓടുന്നത് വെറുതെ, എല്ലാം വെറുതെയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വായിക്കാം വചനം 51:9-10 വായിച്ചാട്ടെ. പിന്നെ പൂർവകാലത്തും പണ്ടത്തെ തലമുറകളിലും എന്ന പോലെ ഉണരുക. രഹബിനെ വെട്ടി. എല്ലാം പറഞ്ഞാട്ടെ. രഹബിനെ വെട്ടി. രഹബ് എന്ന് പറയുന്നത് മാസ്റ്റർ ഓഫ് സീ എന്ന് പറയാം. അതായത് കടലിനകത്ത് ഒളിച്ചു കിടക്കുന്ന സർപ്പം. ചെങ്കടലിന്റെ മുമ്പിൽ ചെന്ന് നിന്ന് ദൈവത്തിന്റെ ജനവും മോശയും എല്ലാം അവിടെ ചെന്ന് നിന്നിട്ട് കരച്ചിലോട് കരച്ച് നിലവിളി, ഞങ്ങൾ ഇറങ്ങി തിരിച്ചു. പക്ഷേ ഇതാ വലിയ ചെങ്കടലിന്റെ മുമ്പിൽ നിന്ന് അക്കരെ പോയാലേ രക്ഷയുള്ളൂ. കടലിനെ എങ്ങനെ മാറ്റും? കടൽ കിടക്കുമ്പോൾ എങ്ങനെ പോകും? പുറകിൽ ഫറവോനിയ സൈന്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം മോശയോട് പറയാണ്, മോശേ നീ കരയരുത്, നീ നിലവിളിക്കരുത്. എന്ന് മരുഭൂമിയിൽ വെച്ച് നീ എന്നെ കണ്ടോ, അന്ന് നിന്റെ കയ്യിലിരിക്കുന്ന വടിയിൽ എൻ്റെ ശക്തി ഞാൻ പകർന്നിട്ടുണ്ട്. അന്നും ഇന്നും ഏത് വിഷയത്തെ നേരിടാനുള്ള പവറ നിനക്ക്. മരണം വരെ നിന്റെ മുമ്പിൽ വന്ന ഏതിനെയും തകർക്കാൻ ഞാൻ നിന്നെ വിളിച്ചപ്പോഴേ നിന്റെ അകത്ത് അഭിഷേകം പകർന്നു തന്നിട്ടുണ്ട്. നിന്റെ വിഷയങ്ങളുടെ മുമ്പിൽ കരയാനല്ല, ആ വിഷയങ്ങളെ തകർത്തെറിയാൻ നിന്റെ മുട്ടിന്മേൽ നിന്ന് നീ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. നിന്റെ മുമ്പിലുള്ള സകലതും, ഹല്ലേലൂയ, എല്ലാ വിഷയങ്ങളും, എല്ലാ പ്രശ്നങ്ങളും, എല്ലാ ചെങ്കടലുകളും ഒറ്റ നിമിഷം കൊണ്ട് നിന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകും. ഹല്ലേലൂയ. പക്ഷേ അപ്പോ അവിടെ സംഭവിച്ചത്, മോശ ജനത്തെ കൊണ്ട് നിന്നിട്ട് വടിയെടുത്ത് നീട്ടി. കടല് പിന്മാറി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അത് മാത്രമാണ് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 15-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, ചെങ്കടലിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് മോശ കൽപ്പിച്ചു, കടല് മാറി, ജനം പോയി. പക്ഷേ ഹല്ലേലൂയ, അതല്ല യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്. നമ്മുടെ മുമ്പിൽ നിന്ന് വെല്ലുവിളിച്ചത് കടലല്ല, കടലിന്റെ അകത്ത് കടന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. എന്റെയും നിന്റെയും നന്മകളെ ചൂഷണം ചെയ്ത് ഒരു കാലത്തും നീ നന്മ പ്രാപിക്കാതിരിക്കേണ്ടതിന് ആർക്കും വെളിപ്പെടാതെ മറഞ്ഞു കിടക്കുന്ന ചില സർപ്പശക്തികളുണ്ട്. അത് ചിലപ്പോൾ പാരമ്പര്യമായിരിക്കാം, അത് നിന്നെ മുന്നോട്ട് വിടാതെ തടയുകയാണ്. എന്നാൽ ആത്മാ പറയുകയാണ്, ഞാൻ അതിനെ നീ കരം നീട്ടുമ്പോൾ, നീ എഴുന്നേക്കുമ്പോൾ, നീ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവ് പറയുകയാണ്, ചില സർപ്പത്തെ ഞാൻ വെട്ടും, ചിലതിനെ ഞാൻ കുത്തിക്കളയാൻ പോവുകയാണ്. ദൈവത്തിന്റെ ജനമേ, ഇന്ന് ഇതിനകത്ത് നിന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്ന ചില സർപ്പശക്തികളെ, ഹല്ലേലൂയ, നിന്റെ രോഗം മാറാത്തതിന്, നിന്റെ നന്മ, നിന്റെ ജീവിതത്തിലെ നന്മ പ്രാപിക്കാൻ പറ്റാതെ, ഒരു വരുമാനമില്ലാതെ, ഒരു ജോലിയില്ലാതെ, ഒരു പുറപ്പാടില്ലാതെ, ഒരു സമ്പത്തില്ലാതെ, എന്നും പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കുമ്പോൾ ഇന്ന് പകൽ നീ സ്തുതിക്കാൻ തുടങ്ങ്, നീ പ്രാർത്ഥിക്കാൻ തുടങ്ങ്. നിന്റെ മുമ്പിൽ നിൽക്കുന്ന ചില സർപ്പശക്തികളെ, ആരും അറിയാതെ ഒളിഞ്ഞു കിടക്കുന്ന ചില സർപ്പങ്ങളെ, ദൈവത്തിന്റെ ആത്മാവ് ദൈവജനത്തിന് വേണ്ടി ദൂതനിറങ്ങി അതിനെ വെട്ടുന്ന ഒരു സീസണാണത്. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ അറിയുന്നില്ല, നമ്മൾ കാണുന്നില്ല.
പലതും നമ്മൾ കാണുന്നില്ല. അതാണ് ആത്മീക ജീവിതത്തിന്റെ പ്രത്യേകത. എന്താണ് ആത്മീക ജീവിതം? രണ്ട് രാജ്യമുണ്ട്. ഒന്ന് നമ്മൾ കാണുന്ന രാജ്യം, മറ്റൊന്ന് കാണാത്ത രാജ്യം. ഹല്ലേലൂയ. അതാണ് ആത്മീക ലോകം. ആ ആത്മീക ലോകത്തിനകത്ത് നിന്ന് നമുക്ക് ദൈവം തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി അത് മനുഷ്യനോട് യുദ്ധം ചെയ്യാനല്ല, അതിനേക്കാൾ ഉപരിയായി നിന്നെയും എന്നെയും തകർക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടാത്മ സേനകളെ തകർത്തെറിയാനാണ് നിന്റെ അകത്ത് ഈ അഭിഷേകം വന്നിരിക്കുന്നത്. നീ ആരാധിക്കുമ്പോൾ സംഭവിക്കുന്നത്, നിനക്ക് വിരോധമായി നീ പോലും അറിയാതെ ചുറ്റിക്കിടക്കുന്ന ചില സർപ്പശക്തികൾ, മറഞ്ഞു കിടക്കുന്ന ചില ശക്തികൾ ഈ നാടുകളിൽ അത് കുത്തി വെട്ടിക്കളയാൻ പോവുക. ഹല്ലേലൂയ. അത് വെട്ടേറ്റ് മാറുമ്പോഴാണ് വിടുതൽ സംഭവിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ വീടിന് 9 വർഷം ഞങ്ങൾ യേശുവിനെ അറിഞ്ഞ് രക്ഷിക്കപ്പെട്ടതിന് ശേഷം 8-9 വർഷക്കാലം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റമില്ല. കഷ്ടവും നഷ്ടവും ദാരിദ്ര്യവും ദുഃഖവും തന്നെ. വെളിയിൽ ഇറങ്ങുന്നു, സാക്ഷി പറയുന്നു, മടങ്ങി വരുന്നു. 9 വർഷത്തോളം ഞങ്ങൾ ഭയങ്കര ഞെരുക്കത്തിൽ പോവുക. ഞങ്ങളുടെ സാക്ഷ്യം ദൈവം ഞങ്ങളെ വിടുവിച്ചു എന്നാണ്. പക്ഷെ വിടുതലുണ്ടോ? ഇല്ല. ഭയങ്കര കഷ്ടത, ഭയങ്കര പ്രശ്നം, ഭയങ്കര പ്രതികൂലം, ഭയങ്കര സാമ്പത്തിക വിഷയം, ദാരിദ്ര്യം, പട്ടിണി. ഞങ്ങൾ വളരെ മടുത്ത് അവസാനം കർത്താവിനോട് പറഞ്ഞു, ദൈവമേ, അങ്ങാണോ വലുത്, പിശാചാണോ വലുത്? പ്രൈസ് ദി ലോർഡ്. അന്ന് രാത്രി ദൈവം പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുകയാണ്. ഭയങ്കര ഒരു വെളിപ്പാട് കാണുകയാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, ആരാധിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ വീട് ചുറ്റി വളഞ്ഞൊരു വലിയ സർപ്പം, അതിൻ്റെ തല 4-5 തലയുള്ള സർപ്പം വീടിൻ്റെ മുകളിൽ, മേൽക്കൂരയ്ക്ക് മുകളിൽ അങ്ങനെ പൊങ്ങി നിൽക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ഈ സർപ്പം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 9 വർഷം പാഷന്മാർ കയറി ഇറങ്ങിയിട്ടും ഈ വെളിപ്പാട് ആരും കണ്ടില്ല. 9 വർഷം ആരാധിച്ചും പ്രാർത്ഥിച്ചിട്ടും നമ്മൾ ആരും ഇത് കണ്ടില്ല. നമ്മൾ പോലും അറിയാതെ മറഞ്ഞു കിടക്കുന്ന ചില ശക്തികൾ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നിവർത്തിയില്ലാതെ വന്നപ്പോൾ ദൈവം അത് കാണിച്ചു തരികയാണ്. നിങ്ങളുടെ വിടുതലിന് തടസ്സമായി വ്യാപരിക്കുന്ന ആ സർപ്പശക്തിയെ നിങ്ങൾ ചവിട്ടി അങ്ങ് മതിക്കാൻ പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് എഴുന്നേറ്റ് നിന്ന് ആത്മാവിൽ ആരാധിച്ച് ചവിട്ടിയപ്പോൾ ദർശനം കാണുകയാണ്. ആ സർപ്പത്തിന്റെ വായിൽ നിന്ന് ബ്ലഡ് വന്ന് അത് തകർന്ന് മരിച്ച് അത് ചുറ്റി ഇളകി അത് വീണതും ഒരാഴ്ച കൊണ്ട് ഞങ്ങളുടെ കെട്ടുപൊട്ടി ദേശം വിട്ട് വീട് വിറ്റ് ഞങ്ങൾ ഇറങ്ങി സുവിശേഷ വേലയ്ക്ക് ദേശം വിട്ടു പോവുകയാണ്. ഞങ്ങളുടെ കാരാഗ്രഹത്തിനകത്ത് കിടത്തിയ, ഞങ്ങളുടെ നന്മകളെ തടസ്സം ചെയ്ത, ഞങ്ങളെ ബ്ലോക്ക് ചെയ്ത, ഞങ്ങളുടെ സാമ്പത്തിക മേഖലയെ തകർത്ത, ഞങ്ങളുടെ കടക്കാരാക്കിയ, ഞങ്ങളുടെ ആത്മഹത്യയിലേക്ക് നയിച്ച ആ സർപ്പശക്തിയെ അന്ന് പകൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി അത് തകർന്നു മാറിയപ്പോൾ, അത് വെട്ടേറ്റ് വീണപ്പോൾ, ഒരു പുറപ്പാട് ദൈവം ഞങ്ങൾക്ക് തന്നതുപോലെ ഇന്ന് പകൽ ഇതിനകത്തിരിക്കുമ്പോൾ നീ മിണ്ടാതിരുന്നാൽ ഈ സർപ്പശക്തി നിന്നെ വിട്ടുപോകത്തില്ല, ഈ വിഷയം നിന്നെ വിട്ടുമാറത്തില്ല. എന്നാൽ ഇന്ന് പകൽ ആത്മാവിൽ നീ കയറി ആരാധിക്കാൻ തുടങ്ങുമ്പോൾ ആത്മാവ് പറയാണ്, ചിലത് വെട്ടേറ്റ് നിലത്ത് വീഴാൻ പോയാണ്, ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോയാണ്. എത്ര പേരുണ്ട് ധൈര്യമുള്ളവർ? രാഹാബിനെ വെട്ടി, ഹല്ലേലൂയ, അതിനെ കുത്തിക്കളയുവാൻ ദൈവത്തിന്റെ ദൂതൻ നിനക്ക് വേണ്ടി ഇറങ്ങാൻ പോയ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൂതൻ ഇറങ്ങാൻ പോവുക. കുതിരപ്പുറത്ത് കയറി കുന്തവും കൊണ്ടുവന്ന് കുത്തുന്ന ദൂതനല്ല, നമ്മള് പോകുന്ന വഴിക്ക് കാണുന്ന പുണ്യവാള ശക്തികളല്ല ഇത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതന്മാർ. വിശ്വസിക്കാൻ തയ്യാറുള്ളവന് വേണ്ടി ഇന്ന് ഇതിനകത്ത് ഇറങ്ങും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ നിന്റെ കാലുകളെ ദൈവം ബലപ്പെടുത്തും. നീ പറയണം, എന്റെ മുമ്പിലുള്ള അടഞ്ഞ വഴികളെ തുറന്നു വരിക, അതിനെ തടസ്സമായി നിൽക്കുന്ന സർപ്പശക്തികളെ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ നിനക്ക് വിരോധമായി വരികയാണ്. ജനത്തെ തടയുന്ന, ആരാധനകളെ തടയുന്ന പൈശാചിക സർപ്പശക്തികൾ ഇന്ന് പകൽക്കാലം ദൂതന്മാരുടെ വെട്ടേറ്റ് ഓ രമണ